Good morning, everyone. Welcome to Ada 24/7 Malayalam channel. This is Hindu Sebastian. Namaskaram, Hindu Editorial session like Swagatham. Appo we are going to discuss the Hindu Editorial of 3rd Jan 2022. Appo നമ്മൾ ഇന്നത്തെ എഡിറ്റോറിയലിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ്, ആർട്ടിക്കിൾസിലെ ഇംഗ്ലീഷ് വൊക്കാബ്സ്, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ റെഗുലർ പാറ്റേൺ അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പോലെ ആദ്യം നമ്മൾ ജസ്റ്റ് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇഡിയംസ്, ഫ്രേസൽ വേർബ്സിലോട്ട് പോകുന്നു. എന്നിട്ട് സിനണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സിലോട്ട് പോകുന്നു. ആൻഡ് ആർട്ടിക്കിൾ ഓഫ് ദ ഡേ ഡിസ്കസ് ചെയ്യുന്നു. ഏതാണോ ഇന്നത്തെ നമ്മുടെ സെലക്ടഡ് ആർട്ടിക്കിൾ അത് ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ സ്പോട്ട് ദയർ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് ദെൻ ഇന്നത്തെ ഹോംവർക്ക് തരുന്നു. സോ ഈ സെഷൻ്റെ പ്രത്യേകത ആദ്യമായിട്ട് വരുന്നവർക്ക് വേണ്ടി പറയാം, നമ്മൾ മൺഡേ ടു ഫ്രൈഡേ 9 AM to 10 AM ആണ് നമ്മുടെ ക്ലാസ്, ഈ എഡിറ്റോറിയൽ സെഷൻ. ഇത് നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ് സ്കിൽസ്, നിങ്ങളുടെ റീഡിംഗ് അബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, റൈറ്റിംഗ് സ്കിൽസ്, നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് നന്നായിട്ട് എഴുതാൻ നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ വൊക്കാബ് എൻട്രി ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ വെൽക്കം ടു അവർ സെഷൻ. ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ, അല്ലാത്തവർക്കൊക്കെ വെൽക്കം അഗൈൻ. അപ്പോൾ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ നമ്മുടെ ഇന്നത്തെ സെഷൻ്റെ പ്രത്യേകത ആയിട്ടൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ സെഷൻ ഒന്ന് ഡിസ്റപ്റ്റ് ചെയ്യപ്പെട്ടായിരുന്നു, പകുതി ഒരു വൊക്കാബ് വെച്ചിട്ട്. അപ്പോൾ PDF ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തന്നിരുന്നു. നിങ്ങൾ വായിച്ച് നോക്കി എന്ന് വിശ്വസിക്കുകയാണ്. കാര്യം സ്പോട്ട് ദയർ ക്വസ്റ്റ്യൻ അതിൽ നിന്നാണ്. അപ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ മൂവിങ് ഓൺ ടു സ്ലൈഡ്. ഇന്നത്തെ ഡിസ്കൗണ്ട് നിങ്ങൾക്കറിയാം, 17% ഡിസ്കൗണ്ട് ഇപ്പോൾ ഉണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഫാക്കൽറ്റി കോഡിന്. എൻ്റെ കോഡ് Y314 ആണ്. അപ്പം നമുക്കൊരു പുതിയ സ്റ്റാർട്ട് ആയിക്കോട്ടെ. നമ്മുടെ ടെസ്റ്റ് സീരീസ് ഉണ്ട്, ഇ ബുക്കുകൾ, ബുക്സ് ഉണ്ട്, അതുപോലെ ഹാർഡ് കോപ്പി ബുക്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കോഴ്സുകളുണ്ട്. ആർക്കെങ്കിലും നമ്മുടെ കോമ്പറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ, കോഴ്സ് പർച്ചേസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ Ada 24/7 ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ആൻഡ് അപ്പോൾ ഈ പറഞ്ഞ കോഡ് അടിച്ചു കൊടുത്താൽ 17% ഡിസ്കൗണ്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ +2 മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഓർക്കുക, നമ്മുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 28-ാം തീയതി മുതൽ. ഫെബ്രുവരി 6 മുതൽ എക്സാംസ് വരുവാണ്, നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ RRC ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ്സുകൾ തുടങ്ങി 31-ാം തീയതി മുതൽ. ആൻഡ് നമ്മുടെ KSന്റെ ബാച്ച് നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിഷൻ HCA 50 ഡേ പ്രിപ്പറേഷൻ ബാച്ച്. അപ്പോൾ അത് നമ്മൾ രാവിലെ 11 മണിക്ക് ആദ്യത്തെ സെഷൻ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ ഒരു 3 മണിക്ക് ഒരു സെഷനുണ്ട്, പിന്നെ 8:30 ഒരു സെഷനുണ്ട്. അങ്ങനെ 1.5 മണിക്കൂറുകളുടെ 3 സെഷൻസാണ്. അപ്പോൾ ഫെബ്രുവരി 27th ടെൻറ്റേറ്റീവ് ഡേറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ഹൈക്കോടതി അസിസ്റ്റന്റ് അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സുകൾ ആൻഡ് ഒബ്ജക്റ്റീവ് ക്ലാസ്സുകൾ ഒരുമിച്ച് ഈ പറയുന്ന മിഷൻ HCAയിൽ വരുന്നുണ്ട്. അതല്ലാതെ ഡിസ്ക്രിപ്റ്റീവിന് തീരെ കൺഫ്യൂഷനുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉള്ളവരാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് നമ്മൾ എക്സ്ക്ലൂസീവ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. Jan 15th ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, പകുതിയോടെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇൻഡിവിജ്വൽ കറക്ഷനൊക്കെ ചെയ്ത് തരുന്ന ക്ലാസ്സുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ കൂടെ കൂടാം. ഞാനും റീമ മിസ്സും കൂടിയാണ് ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ പോസിറ്റീവ് നോട്ട്. സക്സസ് ഇസ് ഫാർ അവേ ഫ്രം ദി കംഫർട്ട് സോൺ. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ എല്ലാവരുടെയും ഒരു റെസൊല്യൂഷനായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കംഫർട്ട് സോൺ, നമുക്ക് കുറച്ച് സേഫ് സോൺ ഉണ്ട്. ആ സേഫ് സോൺ എന്നൊക്കെ വിട്ടങ്ങ് നിൽക്കുക. ബി റെഡി ടു അക്സെപ്റ്റ് ദ ചലഞ്ചസ്, ബി റെഡി ടു ടേക്ക് റിസ്ക്. എങ്കിലേ നമുക്ക് സക്സസ് നേടിപ്പിടിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് ഫാർ അവേ, ദൂരമാണ്, അങ്ങ് ദൂരമുണ്ട്. അപ്പോൾ അല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്നാൽ യു വിൽ നോട്ട് അച്ചീവ് സക്സസ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു കം ഔട്ട് ഓഫ് യുവർ cocoon ആൻഡ് റീച്ച് സക്സസ് ഓർ ഗെറ്റ് യുവർ വിക്ടറി. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് ദാറ്റ് നോട്ട്. അപ്പോൾ ഇത്തവണ ആ ഒരു നോട്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ഫൈൻ. ലെറ്റ് മീ ടെൽ യു ലിങ്ക് തരാം. എൻജെ സ്റ്റുഡൻ്റ് ആണോ? 1000-നുള്ളിലാവത്തുള്ളൂ സച്ചിൻ, 1000-നുള്ളിലാവുള്ളൂ കേട്ടോ, 1000 rupees-നുള്ളിൽ. ഓക്കെ, യാ. പിന്നെ കാരണം ഇൻഡിവിജ്വൽ കറക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇൻഡിവിജ്വൽ കറക്ഷൻസ് ഉണ്ട്, അതിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കൂടിയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാം നമ്മൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കുക എന്നുള്ളത്. വിശ്വാസത്തോടെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൂടാം നമ്മുടെ ക്ലാസ്സിൽ കേട്ടോ. NJ പെയ്ഡ് സ്റ്റുഡൻ്റ് ആണോ, അതോ ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ? NJ ഇന്നലെ ക്ലാസ്സിൽ വന്നിരുന്നു, നമ്മുടെ മാരത്തണിൽ വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചു തരാം, നമ്മുടെ കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ആർട്ടിക്കിളിനെ പറ്റി പറയാം അതിന് മുമ്പ് ആദ്യമേ. അപ്പോൾ ആർട്ടിക്കിളിൻ്റെ പ്രത്യേകത 2 ആർട്ടിക്കിളാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഒന്ന് നമ്മുടെ ഇലക്ഷൻ ക്യാമ്പയിൻ വരികയാണ്. അപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിൻ വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഒമിക്രോൺ കേസസ് കൂടുന്നതുകൊണ്ട് ഇലക്ഷൻ സാധാരണ നമ്മൾ എന്ത് ചെയ്യും, ഗതിയിൽ മാറ്റിവെക്കലൊക്കെ പരിപാടികളുണ്ട്.
പക്ഷേ ഒമിക്രോൺ ഉണ്ടെങ്കിലും കേസുകളുണ്ടെങ്കിലും നമ്മൾ ഇലക്ഷൻ നടക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യം. അവസാനം നമ്മൾ ഈ ഇലക്ഷൻ്റെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പോയിട്ട് പോളിംഗ് ബൂത്തുകൾക്ക് വേണ്ടിയിട്ടൊക്കെ സ്ഥലം സെറ്റ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾക്ക് ലാസ്റ്റ് ഫേസിലോട്ട് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ള രീതിയിലാണ് ഒരു സൂചന നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആർട്ടിക്കിളിനെ പറ്റിയുണ്ടെന്ന്. പിന്നെയുള്ള ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ആണെന്ന് ഞാൻ പറയും. കാര്യം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കോമ്പറ്റേറ്റീവ് എക്സാം, എസ്പെഷ്യലി ബാങ്കിങ് എക്സാമിനൊക്കെ വരുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾസ് വളരെ ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് ആർട്ടിക്കിളിൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ടാക്സ് കൂട്ടുന്നതിനെ പറ്റി GSTയുടെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ ആർട്ടിക്കിൾ. ആൻഡ് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓവർ ടു അവർ സിനോണിംസ് ആൻഡ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ടുഡേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഇഡിയം ആൻഡ് ഫ്രേസസ് നോക്കാം. കിക്ക് ഇൻ ചെയ്യാന്ന് പറഞ്ഞാൽ ബിഗിൻ ടു ഹാവ് എൻ എഫക്റ്റ്. ഇറ്റ് കിക്സ് ഇൻ എന്ന് പറഞ്ഞാൽ കയറി പിടിച്ചിട്ടുണ്ട്, എഫക്റ്റ് വരുന്നുണ്ട്. എന്തിനെ പറ്റി നമ്മൾ പറയാറുണ്ട്? കിക്ക് ഇൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എഫക്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ബിഗിൻ ടു ഹാവ് എൻ എഫക്റ്റ്, അതിൻ്റെ ഒരു റിസൾട്ട് വന്ന് കണ്ടു തുടങ്ങി, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് അർത്ഥം. ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, അടുത്തത് കീപ് സംതിങ് ഓൺ ഹോൾഡ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഹോൾഡിൽ വെക്കുക എന്ന് പറയും. ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുറച്ച് തൽക്കാലത്തേക്ക് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഒന്ന് പിടിച്ചു നിർത്തുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കുറച്ച് നേരത്തേക്ക്. ഓക്കെ, നമ്മളൊന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഹോൾഡ് ചെയ്യാണ്. അതിനെയാണ് ഡിസൈഡഡ് നോട്ട് ടു ഡു ഓർ ഡീൽ വിത്ത് സംതിങ്. ഇപ്പം ചെയ്യേണ്ട, മേ ബി ലേറ്റർ, പിന്നീടാവട്ടെ എന്ന രീതിയിൽ നമ്മൾ മാറ്റി വെക്കുന്നതിനെയാണ് നമ്മൾ പറയുക കീപ് സംതിങ് ഓൺ ഹോൾഡ്. ഒരു കാര്യം നമ്മൾ പിന്നീടാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നതിന് നമുക്ക് പറയുന്ന പേരാണ് കീപ് പറയുന്ന യൂസേജ് ആണ്, ഇഡിയമാണ് കീപ് സംതിങ് ഓൺ ഹോൾഡ് എന്നുള്ളത്. ഓക്കെ, ഇന്ന് ഹോൾഡ് വെച്ചിട്ട് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ലിങ്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഇതാണ് കേട്ടോ ലിങ്ക്. എൻ്റെ കോഡ് അടിച്ചു കൊടുത്താൽ 1665 രൂപയാണ് നമ്മുടെ കോഴ്സിന്. പക്ഷേ കോഡ് അടിച്ചു വെച്ചാൽ 15% ഡിസ്കൗണ്ട് കിട്ടും. Y314 എന്ന കോഡ്, കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ 1381 രൂപയ്ക്ക് 1380 NGക്ക് കിട്ടും കേട്ടോ. സുമി ജോയിൻ ചെയ്തതാണോ അതോ ജോയിൻ ചെയ്യാൻ പോകുന്ന ആളാണോ? ജോയിൻ ചെയ്ത ആളാണെങ്കിൽ പേടിക്കണ്ട. ഇന്ന് അക്കൗണ്ടിൽ ഏതാണോ രജിസ്റ്റർ ചെയ്ത അക്കൗണ്ടിൽ നമ്മുടെ ഒന്നെങ്കിൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ കയറിയാൽ മതി. ക്ലാസ്സിൽ കയറിയത് 11 മണിക്ക് എൻ്റെ ക്ലാസ്സാണ്. ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. HCA ഹാസ് കിക്ക് ഇൻ. ഹാസ് കിക്ക് ഇൻ പറയോ അഗ്ന? നോക്കിയേ, ഹാസ് കഴിഞ്ഞിട്ട് കിക്കിന് വരുമോ? അവിടുത്തെ എററാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റനാണ്. ഹാസ് കഴിഞ്ഞിട്ട് V3 ഫോം വരണ്ടേ? അപ്പം HCA ഹാസ് കിക്ഡ് ഇൻ ആഫ്റ്റർ വാച്ചിങ് ദ എഡിറ്റോറിയൽ സെഷൻസ് ഓഫ് റിൻ ടു മാം, അങ്ങനെ പറയാം. HCA ഹാസ് കിക്ഡ് ഇൻ എന്ന് കൊടുക്കുക കേട്ടോ. ഓൾ റൈറ്റ്. സുമി ജോയിൻഡ് ആണ്, പേടിക്കണ്ട. 11 o'clock ലൈവ് പോകും. നമ്മുടെ ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ ക്ലാസ്സിൽ കയറിയാൽ മതി കേട്ടോ. ഓക്കെ, ഗ്രേറ്റ്. യെസ്, അപ്പം നമുക്ക് ബാക്ക് ടു ക്ലാസ്. ഹോൾഡ് ഓഫ് സംതിങ്. ഞാൻ പറഞ്ഞില്ലേ, ഹോൾഡ് വെച്ച് ഒരുപാട് വാക്കുകളുണ്ട്. ഹോൾഡ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിലേസ് ഡൂയിങ് സംതിങ്, പോസ്റ്റ്പോൺ ചെയ്യാണ്. ഓക്കെ, കീപ് സംതിങ് ഓൺ ഹോൾഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് അല്ലേ. യു ഡിസൈഡഡ് നോട്ട് ടു ഡു, യു ആർ സ്റ്റോപ്പിംഗ് സംതിങ്, യു ആർ നോട്ട് ഡിലേയിങ് ഇറ്റ്. സ്റ്റോപ്പ് ചെയ്യാണ്, യു സ്റ്റോപ്പ് ടു ഡു, ഡിസൈഡ് നോട്ട് ടു ഡു സംതിങ് ഓർ നോട്ട് ടു ഡീൽ വിത്ത് സംതിങ് ആണ്. പക്ഷേ ഹോൾഡ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ യു ഡിലേ സംതിങ്, ഒരു കാര്യം നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യും, മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് ഡിഫറൻസ് ഉണ്ട് ഹോൾഡ് ഓഫും ഓൺ ഹോൾഡ്, കീപ് സംതിങ് ഓൺ ഹോൾഡിൻ്റെ ഡിഫറൻസ്. ഓക്കെ, അടുത്ത വാക്ക് മൂവ് ദ നീഡിൽ. ഇന്നത്തെ ഫ്രേസ് ഓഫ് ദ ഡേ ആയിട്ട് അറിയപ്പെടുന്നതാണ്. മൂവ് ദ നീഡിൽ. പണ്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആരംഭിച്ചത് ഇംഗ്ലണ്ടിലൊക്കെയാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്ന സമയത്ത് മൂവ് ദ നീഡിൽ എന്ന് പറഞ്ഞൊരു ഫ്രേസ് വളരെ ഫേമസ് ആയിരുന്ന ഒരു ഫ്രേസാണ്. ആ സമയത്ത് അറിയാലോ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം മാനുവലിൽ നിന്ന് മാറി മെഷീൻസിലോട്ടാക്കി. അപ്പോൾ മൂവ് ദ നീഡിൽ എന്ന് പറഞ്ഞാൽ കോസ് എ നോട്ടിസബിൾ ചേഞ്ച്, ഒരു എവിഡൻറ്റ് ചേഞ്ച് കൊണ്ടുവരിക എന്നാണ് അർത്ഥം. സോ മൂവ് ദ നീഡിൽ എന്ന യൂസേജിൻ്റെ അർത്ഥം കോസ് എ നോട്ടിസബിൾ ചേഞ്ച് എന്നാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നമുക്ക് സാരമായിട്ട് നമ്മളെ ബാധിച്ച ഒരു കാര്യമായിരുന്നു അല്ലേ. മൊത്തം ഒരു സമ്പ്രദായം, നമ്മുടെ രീതികൾ മാറി ഇതാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. മെക്കനൈസേഷനായി എവറിത്തിങ് മാനുവലിൽ നിന്ന് നേരെ പോയി ലേബേഴ്സിൽ നിന്ന് നേരെ പോയി മെഷീൻസിലോട്ട് മാറിയ ഒരു കാലഘട്ടം അതാണ്. സോ മൂവ് ദ നീഡിൽ എന്ന് പറഞ്ഞാൽ കോസ് എ നോട്ടിസബിൾ ചേഞ്ച്. ഓക്കെ, പെയ്ഡ് സ്റ്റുഡൻസിന് ആക്സസ് ചെയ്യാൻ പറ്റുമോന്നോ? ഹായ് ജെർലിൻ, ഗുഡ് മോർണിംഗ്. എവിടെയായിരുന്നു? ഐഷ, ഗുഡ് മോർണിംഗ്. രഞ്ജിത ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. പെയ്ഡ് സ്റ്റുഡൻസിന് ആക്സസ് ചെയ്യാൻ പറ്റുമോന്നോ? പെയ്ഡ് സ്റ്റുഡൻസ് ഓൾറെഡി പെയ്ഡ് സ്റ്റുഡൻ്റ് ആണല്ലോ.
അറേഞ്ച് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ഈ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ, പുതിയ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ആക്സസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇത്രേ ഉള്ളൂ കാര്യം. നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഇമെയിൽ ഐ ഡി ഉണ്ടല്ലോ, ആ ഇമെയിൽ ഐ ഡി സൈൻ ഇൻ ചെയ്താണല്ലോ നിങ്ങൾ വെബ്സൈറ്റിൽ കയറുക. അപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ 3 dots അല്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ പേരുള്ളവിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മൈ പർച്ചേസ്ഡ് കോഴ്സ് കാണും, അതിൽ ലൈവ് ക്ലാസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കോഴ്സ് പർച്ചേസ് ചെയ്ത് അവിടെ കാണുമല്ലോ അക്കൗണ്ടിൽ, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ക്ലാസ്സുകൾ പൊക്കോളും. ഓക്കെ, അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകളും കാണാം, റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞ് 4 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും കിട്ടും. അങ്ങനെ അവൈലബിലിറ്റി ഉള്ളത് കേട്ടോ. ഇനി ആപ്പിലാണെങ്കിൽ ഇതേപോലെയാണ്, നിങ്ങൾ മൈ കണ്ടന്റ് എടുത്താൽ മതി. മൈ കണ്ടന്റിൽ എന്താണ് ലൈവ് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്, അത് കിടക്കും. ഓക്കെ, അടുത്ത് നോക്കാം. പെൻസിലിൻ. പെൻസിലിൻ എന്ന് പറയുമ്പോൾ അറേഞ്ച് ഫോർ സംതിങ് ടു ഹാപ്പൻ ലേറ്റർ. പെൻസിലിൻ ഓർക്കണം, ഇതൊരു ഫ്രേസാണ്. ഫ്രേസിൻ്റെ മീനിങ് ഇതാണ്, അറേഞ്ച് ഫോർ സംതിങ് ടു ഹാപ്പൻ ലേറ്റർ. ഒരു കാര്യം നമ്മൾ അറേഞ്ച് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുകയാണ്. യു ആർ ഷെഡ്യൂളിങ് സംതിങ്, നിങ്ങൾ അറേഞ്ച് ചെയ്യാണ്, പ്ലാൻ ചെയ്യാണ് ഫോർ സംതിങ് ടു ഹാപ്പൻ ലേറ്റർ. ഇപ്പോൾ വേണ്ട, വി ക്യാൻ പെൻസിൽ ഇറ്റ് ലേറ്റർ എന്ന് പറഞ്ഞ് വി ക്യാൻ പെൻസിൽ ഇറ്റ്. ഐ എം ഗോയിങ് ടു പെൻസിൽ ഇറ്റ്. ഐ മീൻ ഐ എം അറേഞ്ചിങ്, ഐ എം പ്ലാനിങ് ടു അറേഞ്ച്, ഓർ ഐ എം പ്ലാനിങ് ഇറ്റ് ഫോർ സംതിങ് ദാറ്റ് ഈസ് ലേറ്റർ. പിന്നീട് എന്താണ് നടക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊരു കാര്യം അറേഞ്ച് ചെയ്യണം, അതാണ്. അതിനാണ് പെൻസിൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് എസ്പെഷ്യലി പെൻസിൽ എന്ന ഫ്രേസ് വരാൻ കാര്യം വെച്ചാൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുമല്ലോ, ഷെഡ്യൂൾസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുമല്ലോ, റെക്കോർഡ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കില്ലേ, ആ ഒരു അർത്ഥത്തിലാണ് പെൻസിലിന് വന്നത് കേട്ടോ. ഇതൊരു ഫ്രേസാണ്, ഓർത്ത് വെച്ചോളാം. ഓക്കെ, നോക്കട്ടെ നിങ്ങളുടെ സെൻറ്റൻസസ്. ഒമിക്രോൺ വേരിയന്റ് ഹാസ് കിക്ഡ് ഇൻ ദ ഇന്ത്യൻ ഫ്രണ്ടിയേഴ്സ്. യെസ്, യാ. The President of India has kept constitutional amendment bill on hold by his veto power. Yes. Okay. PSC exam hold off due to PSC exam hold off alla Binita. PSC exam is hold off. Passive voice is hold. Appa is held off varanam. Is held off due to COVID situation. Hold in the past held. Okay. Oh, konjam busy aayirunnu Jerlin. Okay. Glad to see you again. I have kept all entertainments on hold in view of upcoming exams. Great. Yes. The reopening of schools have been kept on hold due to the rising Omicron cases in the country. Yeah. For 2 years, people kept all the celebrations on hold due to COVID-19. Yeah. My father hold off assent to buy new mobile phone as we are in a financial crisis. Okay. Elon Musk has moved the needle in space tourism and electric vehicle industry. Yes. Antibiotics kicked in soon after I took it. Yeah. Great. Yes. Clear. Okay. അപ്പോൾ നമുക്ക് നോക്കാം, അടുത്ത് നോക്കാം. അപ്പോൾ ലുക്ക് ഇൻ ടു, അടുത്താണ് ലുക്ക് ഇൻ ടു. നമ്മൾ നാളെ പറഞ്ഞാണ്, ഡിസ്കസ് ചെയ്ത വാക്കാണ് ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ലോസർലി യു ആർ എക്സ്പ്ലോറിങ് സംതിങ്, യു ക്ലോസ്ലി എക്സാമിനിങ് സംതിങ് അല്ലേ. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക ഓർ ഡിസ്കവർ ഫാക്ട്സ്, ലുക്ക് ഇൻ ടു, എക്സാമിൻ എന്നൊക്കെയാണ് ഈ പറയുന്നത് ലുക്ക് ഇൻ ടു എന്ന് പറയാം. ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധയോടെ നോക്കുക എന്നല്ലേ. സോ എക്സാമിൻ സംതിങ് or investigate or discover facts. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫാക്ട്സ് ഡിസ്കവർ ചെയ്യുക, അതിനാണ് ലുക്ക് ഇൻ ടു. എന്തിനാണ് ലുക്ക് ഇൻ ടു സംതിങ്? ഐ ലുക്ക് ഇൻ ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കട്ടെ, അത് ഞാൻ കെയർഫുൾ ആയിട്ടൊന്ന് എക്സാമിൻ ചെയ്യട്ടെ എന്നാണ് ലുക്ക് ഇൻ ടു എന്ന വാക്കിൻ്റെ അർത്ഥം. അറിയാമല്ലോ, നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത വാക്യം. ടെസ്ല മൂവ് ദി നീഡിൽ ഇൻ ദ കാർസ് വേൾഡ്. കാർസ് വേൾഡ് എന്ന് കൊടുക്കണ്ട, കാർ വേൾഡ് കൊടുത്താൽ മതി കേട്ടോ വിസ്മയ. ആൻഡ് ടെസ്ല മൂവ് അല്ല, ടെസ്ല മൂവ്ഡ്, ഒന്നെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ടെസ്ല മൂവ്സ് the needle in the car world. Okay, അടുത്തത്. Government has decided to hold off the tax hikes till next year. Yes, not till next year ബിൻസി, നെക്സ്റ്റ് ഇയർ ആയില്ല എന്ന് നമ്മൾ പറയാം. ടാക്സ് നെക്സ്റ്റ് ഇയറിലോട്ട് മാറിയിട്ട് മേ ബി ഇതിൻ്റെ ഒരു ഫസ്റ്റ് ക്വാർട്ടർ വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. യു ഡോണ്ട് നോ നെക്സ്റ്റ് ഇയർ വരെ കിട്ടുമെന്നൊക്കെ നോക്കാം. Discovery of penicillin moved the needle in medical science. Yes. Yeah. The government should keep election on hold by taking into account the kick-in of Omicron. Yeah, great, Jai Krishnan. The college principal promised to look into the matter. Okay. The introduction of the virus pill has moved the needle in the pharmaceutical industry. Yeah. Health department always look into the variants of COVID. Yeah. By the invention of penicillin, the medical field has move അല്ല ശരത്തെ, ഹാസ് കഴിഞ്ഞ് ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തിയുള്ളൂ, ഞാൻ പറഞ്ഞ വായിലേക്ക് നാക്കെടുത്തിട്ടേ ഉള്ളൂ. ഹാസ് കഴിഞ്ഞ് ഹാവ് കഴിഞ്ഞ് ഹാഡ് കഴിഞ്ഞ് V3 ഫോം വരണം. പെർഫെക്റ്റ് ടെൻസുകളെല്ലാം അങ്ങനെയാണ്. ഹാസ് കഴിഞ്ഞിട്ട് ഹാവ് കഴിഞ്ഞിട്ട് ഹാഡ് കഴിഞ്ഞിട്ട് V3 ഫോം വരണം. അപ്പോൾ എന്ത് വരണം ശരത്തിൻ്റെ ഇവിടെ, എന്ത് നമുക്ക് കൊണ്ടുവരേണ്ടത്? ഹാസ് മൂവ്ഡ് ദ നീഡിൽ. ഓക്കെ, കൊണ്ടുവരാം കേട്ടോ. കൊച്ചി മെട്രോ മെയ്ഡ് എ ബിഗ് മൂവ്. ഓക്കെ, ബിഗ് മൂവ് ദ നീഡിൽ ഇൻ അത് വേണ്ട ജെറിക്സ്, അത് വേണ്ട. കൊച്ചി മെട്രോ മെയ്ഡ് എ മൂവ്, അങ്ങനെ മെയ്ഡ് എ മൂവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മൂവ് ദ നീഡിലിൻ്റെ ആവശ്യം അവിടെ വരില്ല. അപ്പോൾ ഇങ്ങനെ കൊടുക്കുക, കൊച്ചി മെട്രോ
മൂവ് ദ നീഡിൽ ഇൻ ഓഫ് ദ സിറ്റി ലൈഫ് അല്ലെങ്കിൽ ഇൻ സിറ്റി ലൈഫ് എന്ന് കൊടുത്തു, അത് കുഴപ്പമില്ല. നേരെ നോട്ടീസബിൾ ചേഞ്ച് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ആ ബിഗ് മൂവ് എന്നുള്ള യൂസേജ് അവിടെ വേണ്ട കേട്ടോ. ഓക്കെ, ഹോൾഡിംഗ് ഓഫ് ദ എക്സാമിനേഷൻ മേക്സ് സ്റ്റുഡൻസ് ഫെഡ് അപ്പ്. ഓക്കെ, യാ, ഓൾ റൈറ്റ്. ടീച്ചേഴ്സ് ഹാവ് ലുക്ക് ഇൻ ടു വീണ്ടും നിഷാന ഹാവ് കഴിഞ്ഞിട്ട് V3 ഫോം വരണം. ഹാവ് ലുക്ഡ് ഇൻ ടു ദ സ്റ്റുഡൻസ് നോളജ്. ഹാവ് ലുക്ഡ് ഇൻ ടു, ഹാവ് കഴിഞ്ഞിട്ട് V3 നിർബന്ധം ഇല്ലെങ്കിൽ തെറ്റി കേട്ടോ. Tata moved the needle in cancer care in the state of Assam. Okay. One has to make tremendous efforts to come out of one's comfort zone to see a moving needle. Moving needle, okay. But ഇതിൽ ഇപ്പോൾ ഉപയോഗിച്ചേക്കുന്നത് സച്ചിൻ ഉപയോഗിച്ചേക്കുന്നത് മൂവിങ് നീഡിൽ എന്ന് ഉദ്ദേശിച്ചേക്കുന്നത് യൂസേജ് ഒരു നൗൺ ഫോമുലേഷൻ, ജെറൻ ഫോമുലേഷനിലാണ് ഉപയോഗിച്ചേക്കുന്നത്. ബട്ട് അങ്ങനെ വന്നാൽ ഈ മീനിങ് വരില്ല, നോട്ടീസബിൾ ചേഞ്ച് എന്നുള്ള മീനിങ് വരത്തില്ല കേട്ടോ. അതൊരു പ്രോബ്ലം. ബട്ട് മൂവിങ് നീഡിൽ ഇൻ ദ സെൻസ് വേറെ രീതിയിലാണ് മീനിങ് വരിക. അപ്പോൾ ഡിസ്കവർ മൂവ് ദ നീഡിൽ എന്ന് മീൻസ് ദാറ്റ്സ് എ വേർബ്. അതൊരു ഫ്രേസാണ്, ഇഡിയമാണ്. ദാറ്റ് മീൻസ് അതൊരു ഫ്രേസായിട്ട് വേർബായിട്ട് തന്നെ നിലകൊള്ളണം. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ നൗൺ ഫോമുലേഷൻ. യു കെ നോട്ട് ചേഞ്ച് ഇറ്റ്. അതിൻ്റെ പാർട്ട് സ്പീച്ച് നിങ്ങൾ ചേഞ്ച് ചെയ്താൽ അതിൻ്റെ മീനിങ് മാറിപ്പോയി, അതാണ് പ്രശ്നം. ഓക്കെ, അടുത്ത ഡിസ്കവർ COVID-19 വാക്സിൻ മെയ്ഡ് ദ നീഡിൽ ഇൻ ദ move the needle in the medical industry. Okay, owing to a hike in Omicron cases, her wedding has penciled in. Okay, all right, very good. Look into the matter before taking decisions. Okay, new batch will say kick in today. Kick in off vanda to Shiva. Kick in today. Vaccination has moved the needle to mitigate the COVID-19 pandemic. Okay, a 31-member panel is appointed to look into the marriage age bill. Yes, pencil in verb ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം? പെൻസിൽ എന്ന് പറഞ്ഞാൽ you should pencil in this issue എന്ന് പറഞ്ഞാൽ you should arrange this issue for later, പിന്നത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ള രീതിയിൽ. പെൻസിലിൻ എന്ത് രീതിയിൽ ഉപയോഗിക്കുമല്ലോ. പെൻസിൽ എന്നുള്ളത് നൗൺ അല്ലാതെ വേർബായിട്ട് നമ്മൾ എങ്ങനെ വേണ്ട ഉപയോഗിക്കുക, ഏതൊരു സബ്ജക്റ്റിനും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. My foreign trip has been penciled in for the coming year as Omicron cases are rising. Okay, cracking HC exam will move the needle in my life. Okay, I was looked into the matter by the pressure of department continuously. I was looked into എന്ന് പറയോ, ഞാൻ എന്ത് ലുക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയോ? ഇല്ല. I was examined into the matter പറയില്ല. അല്ലെങ്കിൽ സംതിങ് വാസ് ലുക്ഡ് ഇൻ ടു, എന്തോ ഒരു കാര്യം നമ്മൾ എക്സാമിൻ ചെയ്യപ്പെട്ടു എന്നുമല്ലേ, അല്ലാതെ എന്നെ എക്സാമിൻ ചെയ്തു എന്നൊരു അർത്ഥമാണോ ചേർത്ത് ഉദ്ദേശിച്ചേക്കുന്നത്? ഓക്കെ, അടുത്ത് നോക്കാം. അതാണ് ചെറിയൊരു ചേഞ്ച് ഉണ്ട്, അല്ലാതെ യൂസേജ് കറക്റ്റാ. ആഫ്റ്റർ റിക്കവറിംഗ് ഫ്രം ദ ഫീവർ ഷീ കെപ്റ്റ് ഓൾ ഫങ്ഷൻസ് ഓൺ ഹോൾഡ്. ഓക്കെ, ദ എയർഫോഴ്സ് ഇസ് ലുക്കിംഗ് ഇൻ ടു ദ റീസൺസ് ഫോർ ചോപ്പർ ക്രാഷ്. റീസൺസ് ഓഫ് ഓക്കെ യാ കോവിഡ് ഹാവ് അല്ല നീന, കോവിഡ് ഹാസ് മൂവ്ഡ് ദ നീഡിൽ ഇൻ ദ ടൂറിസം ഇൻഡസ്ട്രി. കോവിഡ് ഒരു സിംഗുലർ ആണ് കേട്ടോ, ഒറ്റ ഒരു പാൻഡമിക് അല്ലേ, സോ അതുകൊണ്ട് ഹാസ് വരത്തുള്ളൂ. പിന്നെ CBI ഡയറക്ടർ സുബോധ് കുമാർ ലുക്സ് ഇൻ ടു ന്യൂ പ്രൈം ഹെൽത്ത് ഇൻ UP. ഓക്കെ, ലെറ്റ്സ് കിക്ക് ഇൻ ദ ഇനോക്കുലേഷൻ ക്യാമ്പയിൻ ഇൻ ദ കമ്മിങ് ഡേയ്സ്. ഓക്കെ, ടു സീ ദ നീഡിൽ മൂവ്, അത് കുഴപ്പമില്ല, അത് കറക്റ്റാ സച്ചിൻ. യാ, അത് കറക്റ്റാ, ദാറ്റ്സ് റൈറ്റ്. She took a great effort to move the needle in her career. Yes, Ada 24/7 has kicked in my preparation for competitive exams. That's great. We should not pencil in the studies. We should not pencil in the studies. Okay, yeah, that's right. Okay, I have penciled in all my functions due to HC exam. Okay, reading the Hindu article daily kicked in to have an effect on my essay writing. That's great. He moved the needle in his daily routine. Okay, my father penciled all his duties regarding my cis marriage. Sisters apostrophe വേണം അവിടെ, സിസസ് എന്ന് കൊടുക്കണം. അപ്പോൾ അവിടെ പ്രശ്നമുണ്ട്. മൈ ഫാദർ പെൻസിൽ ഇൻ എന്ന് പറയുമ്പോൾ ഫാദർ പെൻസിൽസ് ഇൻ കൊടുക്കുക, അല്ലെങ്കിൽ പെൻസിൽഡ് ഇൻ കൊടുക്കുക, പാസ്റ്റൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഫാദർ എന്നുള്ള സിംഗുലർ ആണെന്നുകൊണ്ട് സിംഗുലർ വേർബ് കൊടുക്കുക, എസ് ഇട്ട് കൊടുക്കുക. വാക്സിൻ കിക്ഡ് ഇൻ my body, so I kept on hold of my meeting. Okay, KRL project was kept on hold after a series of criticism from opposition and civil society. Okay, ആശ പേടിക്കണ്ട, ഇന്ന് രാവിലെ 11 o'clock ക്ലാസ്സിൽ വന്നാൽ മതി. ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്തോളാം. ഡോണ്ട് വറി. ഓക്കെ, നിങ്ങളൊക്കെ ആദ്യത്തെ ദിവസമുള്ള നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരു കൺഫ്യൂഷൻ. ഡോണ്ട് വറി, ഇവരെല്ലാം കൺഫ്യൂഷനോട് കടന്നു പോയ നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ വരുന്നു, നിങ്ങളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്തോ. എൻ്റെ ക്ലാസ്സാണ് ഫസ്റ്റ്, ഐ ടെൽ യു വാട്ട് ടു ഡു. ഓക്കെ, 11 o'clock ക്ലാസ് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി കേട്ടോ.
Government must look into the issue of climate change. Okay, editorials have moved the needle in my vocabulary. That's great. The government has to decided അല്ല, government has decided to appoint. അവിടെ 2 അങ്ങ് കട്ട് ചെയ്തേ, ഹാസ് കഴിഞ്ഞിട്ടുള്ള 2 എന്ന് കട്ട് ചെയ്യണം കേട്ടോ ബിൻസി. Appoint a panel of experts to look into the matter. Okay, hold off your tongue. The real hunt yet to be begun. Okay, all right. Okay, yes. അടുത്ത എന്താണ്? She decided to hold off all entertainments in the wake of HCA. Due to the surge of COVID-19, government penciled in many exams. Yes. അപ്പോൾ ഓർത്തോക്ക, kick in, keep something on hold off something, move the needle, pencil in, look into. My brother kicks in to set a garden in front of the home. Okay, great. Moving to next set, അതായത് synonyms, antonyms and related words. ആദ്യത്തെ വേർഡ് ഇതാണ് റോൾ ബാക്ക്. റോൾ ബാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ വേർബായിട്ട് ഉപയോഗിക്കരുത്. റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഫ്രേസൽ വേർബ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരുന്ന റോൾ ബാക്ക് എന്ന് പറഞ്ഞത് നൗൺ ആയിട്ടാണ്. റോൾ ബാക്ക് ഒന്നെങ്കിൽ റോൾ ബാക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ഹൈഫൻ ഇട്ട് ഉപയോഗിക്കാം, ഹൈഫൻ ഇല്ലാതെ ഉപയോഗിക്കാം. അത് അപ് ടു യു. ഓക്കെ, 2 രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഫിനാൻസിൻ്റെ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ അല്ലെങ്കിൽ ഡിക്രീസ് എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ റോൾ ബാക്കിന് വേറൊരു മീനിങ് ഉണ്ട്, റിവേഴ്സൽ അല്ലെങ്കിൽ റിട്രീറ്റ്. ബാക്കോട്ട് വരെ ബാക്ക്വേർഡ് ഇതില്ലേ, എന്താണ് റെട്രോസ്പെക്ഷൻ, റിവേഴ്സൽ, റിട്രീറ്റ് എന്നൊക്കെ മീനിങ് ഉണ്ട്. റോൾ ബാക്ക് ഒരു നൗണാണ്. യൂസേജ് ഇതാണ്, റിഡക്ഷൻ അല്ലെങ്കിൽ ഡിക്രീസ് എന്നാണ്. ഓക്കെ, ഓൾ റൈറ്റ് ആണ്. അപ്പോൾ ഓർത്ത് വെച്ചോണേ അത്. അപ്പം ഞാൻ പാർട്സ് ഓഫ് സ്പീച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞതെന്ന് മാത്രം. Though that government has looked into the Mullapeyyar issue several times, it has not moved any needle yet. Yes. Government held off farm laws from implementation when the bill was sought for public opinion. Great. Politicians should move the needle to bring prosperity in the life of people. Yeah, they ought to do that, but ചെയ്യാറില്ല അല്ലേ. നെക്സ്റ്റ് വൺ ഹാർബിഞ്ചർ. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത വാക്ക് തന്നെയാണ്. ഹാർബിഞ്ചർ എന്ന് പറഞ്ഞാൽ ഹെറാൾഡ്. ഇറ്റ്സ് എ സൈൻ ഓർ ഇൻഡിക്കേറ്റർ ഓർ സിഗ്നൽ. ഹെറാൾഡ്, സിഗ്നൽ, ഇൻഡിക്കേറ്റർ എന്നൊക്കെയാണ് അർത്ഥം. അതായത് നമുക്കൊരു സിമ്പിളാണ്. ഇറ്റ്സ് ലൈക്ക് എ സിമ്പിൾ ടു അസ്. നമുക്കൊരു മുന്നിലൊരു ലൈക്ക് എൻ ഒമൻ, ഒരു വാർണിംഗ് ആണ്. ഇറ്റ്സ് ലൈക്ക് എ ഫോറണ്ണർ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ് ഫോറണ്ണർ എന്നും കൂടെ ഉണ്ട് കേട്ടോ. കാര്യം ഇനി നിങ്ങൾ ഇത് കണ്ടിട്ട്, ഈ വാക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവരുത്. ഫോറണ്ണർ നമുക്കൊരു മുൻകൂട്ടി ഒരു സിഗ്നൽ കിട്ടുന്ന പരിപാടിയില്ല, അതിനാണ് ഹാർബിഞ്ചർ എന്ന് പറഞ്ഞാൽ മുന്നേ നടന്ന കാര്യം, ഫോറണ്ണർ. അപ്പോൾ അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ്. എനിവേ, ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് വൺ, റെഷ്യം. ഞാൻ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, ബട്ട് ഇതുവരെ എൻ്റെ മീനിങ് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാമെന്ന്, എന്നാലും ഇന്ന് എഴുതിയേക്കാമെന്ന് വിചാരിച്ച് എഴുതുന്നതാണ്. റെഷ്യം എന്ന് പറഞ്ഞാൽ റൂളാണ് അല്ലെങ്കിൽ റെയിൻ. എൻ്റെ ഡൊമീനിയൻ, എൻ്റെ പരിധിയിൽ വരുന്നത് റൂൾ, ഡൊമീനിയൻ, അതോറിറ്റി, ഗവൺമെൻറ് എന്നൊക്കെയാണ് അർത്ഥം. ഡൊമീനിയൻ പരിധി അല്ലേ, എൻ്റെ ഭരണപരിധിയിൽ വരുന്നത്. ജൂറിസ്ഡിക്ഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. റെഷീം എന്ന് പറഞ്ഞാൽ ജൂറിസ്ഡിക്ഷൻ, ഡൊമീനിയൻ എന്നൊക്കെ മീനിങ് ഉണ്ട്, ഓർത്ത് വെച്ചോളൂ. റെഷീം, റൂൾ, ഗവൺമെൻറ്, അതോറിറ്റി, റൂൾ, റെയിൻ, ജൂറിസ്ഡിക്ഷൻ, ഡൊമീനിയൻ എന്നൊക്കെ മീനിങ് ഉണ്ട്. ഓക്കെ, അടുത്ത വാക്കാണ് അനോമലി. അനോമലി നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ്. അനോമലി മീൻസ് ഓഡിറ്റി, എന്തോ ഒരു പരുവക്കേട്, ഒരു ഇറഗുലാരിറ്റി, പെക്യൂലിയാരിറ്റി, ഒരു പ്രത്യേകത, ഒരു സംതിങ് സ്പെഷ്യാലിറ്റി, പെക്യൂലിയാരിറ്റി ഇവിടെ മാത്രം ഉള്ളത് മാത്രം. അല്ലെങ്കിൽ അബ്നോർമാലിറ്റി ആകാം, അല്ലെങ്കിൽ ഇറഗുലാരിറ്റി. നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്ക് തന്നെയാണ്. എനിവേ, ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ് അഗൈൻ. ഇറഗുലാരിറ്റി, ഓഡിറ്റി, പെക്യൂലിയാരിറ്റി, അബ്നോർമാലിറ്റി, അതിനാണ് അനോമലി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത വാക്കാണ് ഒസ്റ്റെൻസിബിളി. ഒസ്റ്റെൻസിബിളി ഈസ് എൻ അഡ്വേർബ്. അഡ്വേർബ് യൂസേജ് ആണ്. ഇതാണ് മീനിങ് അപ്പാരൻ്റ്ലി. ഒസ്റ്റെൻസിബിൾ മീൻസ് അപ്പാരൻറ്റ്, സീമിങ് അല്ലെ, അലജ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഒസ്റ്റെൻസിബിളി എന്ന അഡ്വേർബിൻ്റെ മീനിങ് എന്താണ്? അപ്പാരൻ്റ്ലി, സീമിംഗ്ലി, എവിഡൻ്റ്ലി, അലജഡ്ലി, സപ്പോസിഡ്ലി എന്നൊക്കെ മീനിങ് ഉണ്ട്. നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. എല്ലാ തവണയും നമുക്ക് ഒന്നെങ്കിൽ അഡ്വേർബായിട്ട് അല്ലെങ്കിൽ അഡ്ജക്റ്റീവായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്ന വാക്ക് തന്നെയാണ് ഈ ഒസ്റ്റെൻസിബിളി എന്നുള്ളത് അല്ലേ. യാ, റോൾ ബാക്ക് നൗൺ ആണ് ജസ്റ്റിൻ. ഇവിടെ വരുത്തി. യാ, ഹാർബിഞ്ചർ ഓഫ് ഗുഡ് ന്യൂസ്. യാ, മെസ്സഞ്ചർ. ഹാർബിഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്റർ എന്ന് ആണ് നമ്മൾ പറയാം. മെസ്സഞ്ചർ എന്ന് വേണമെങ്കിൽ പറയാം, നോ ഇഷ്യൂസ്, മുന്നേ നടക്കുന്ന ഒരു കാര്യം അല്ലേ, ഒരു സൈനാണ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പുള്ള നമുക്കൊരു സൈനാണ്. ദാറ്റ് ഈസ് വാട്ട് ഹാർബിഞ്ചർ ഈസ് കേട്ടോ. മെസ്സഞ്ചർ എന്ന മീനിങ്ങും വരാം, നോ പ്രോബ്ലം. നാഗാലാൻഡ് ഗവൺമെന്റ് സോട്ട് ഫോർ ദി roll back of AFSPA operation in the state. Vaccination for 15 to 18 age group will roll back the spread of COVID among children. There must be a rollback on your income as educational cases, cess if you have crossed the prescribed limit. Yes. Yeah, Sharath. Farmers tried not to get a rollback in the production of crops during protestation. Yeah. Black cloud is a harbinger of rain. Yes.
കേട്ടോ, noun ആണ് കേട്ടോ ജസ്റ്റിൻ. Everybody is looking forward to the rollback of fuel price. So sudden change of climate change is a harbinger of the natural calamities. Yes. We should roll back the thoughts. അതാ ഞാൻ പറഞ്ഞു. ഇപ്പം റജീന പക്ഷെ ഉപയോഗിച്ചേക്കുന്ന റോൾ ബാക്ക് എന്താ? ഇപ്പം റജീന ഉപയോഗിച്ചേക്കുന്ന റോൾ ബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ യൂസേജ് മാറിപ്പോയി. ആ റോൾ ബാക്ക് ഇതല്ല. ഓക്കെ, ഒരു സെക്കൻഡ്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നമ്മൾ റോൾ ബാക്ക് ആയിട്ട് നിങ്ങൾ റോൾ ബാക്കിന് ഉപയോഗിക്കാൻ പറഞ്ഞില്ലേ, റോൾ ബാക്കിന് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം, രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. റോൾ ബാക്ക് ഇങ്ങനെ ഒരുമിച്ചാണ് വരുന്നതെങ്കിൽ ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞുതരാം. റോൾ ബാക്ക് ഇങ്ങനെ ഒരുമിച്ചാണ് വരുന്നതെങ്കിൽ അത് നൗണാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, റോൾ ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നതിന് നൗൺ ഫോമുലേഷനോ ഉപയോഗിക്കാറ്. എന്നാൽ ഈ റോൾ ബാക്കിനെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയായിട്ട് ഉപയോഗിക്കാം? നിങ്ങൾക്കൊരു ഫ്രേസൽ വേർബായിട്ടും ഉപയോഗിക്കാം. പക്ഷേ ആ ഫ്രേസൽ വേർബായിട്ട് ഉപയോഗിക്കാം എന്നൊരു കാര്യം റിമൂവ് ചെയ്യാമെന്ന് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ആ റോൾ ബാക്ക് വേർബായിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ പറഞ്ഞു തന്നതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. റോൾ ബാക്ക് ഉണ്ട്, പക്ഷേ അവിടെ ഈ ഗ്യാപ്പ് ഉണ്ട്. ഫ്രേസൽ വേർബുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുമിച്ച് വരില്ല. ലേ ഔട്ട്, ഔട്ട്ലേ ഒക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ചോദിക്കുന്നു. റോൾ ബാക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിൻ്റെ മീനിങ് ഇതൊരു ഫ്രേസൽ വേർബാണ്. അതിൻ്റെ മീനിങ് റെഡ്യൂസ് ചെയ്യുക എന്നർത്ഥം. ഓക്കെ, റെഡ്യൂസ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യല്ലോ, റിമൂവ് ചെയ്യുക. റെഡ്യൂസ് റോൾ ബാക്കിൻ്റെ ശരിക്കും ഇതാ റിമൂവ് ചെയ്യുക, റിഡക്ഷൻ എന്നുള്ളത്. റിമൂവ് ചെയ്യുക എന്ന റോൾ ബാക്കിൻ്റെ അർത്ഥം. ഓക്കെ, റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ഇഫക്റ്റ്, അതിൻ്റെ ഇഫക്റ്റ് കുറയ്ക്കുക എന്നുള്ള അർത്ഥമൊക്കെ ആയിട്ട് വരും. ഓക്കെ, റെഡ്യൂസോ റിമൂവ് ഒക്കെ വരാം മീനിങ്. പക്ഷേ അതിന് വ്യത്യാസം ഇത്രേ ഉള്ളൂ, ഗ്യാപ്പ് വരണം. അതാണ് ഫ്രേസൽ വേർബിൻ്റെ പ്രത്യേകത. ഇതൊരു ഫ്രേസൽ വേർബാണ്, ഓർത്താൽ മതി, ഫ്രേസൽ വേർബാണ്. എന്നാൽ ഇത് റോൾ ബാക്ക് എന്ന് ഞാൻ പറഞ്ഞു രണ്ട് രീതിയിൽ എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. ഒന്നെങ്കിൽ എങ്ങനെ എഴുതാം? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്യാപ്പ് ഇല്ലാതെ റോൾ ബാക്ക് എഴുതാം. അല്ലെങ്കിൽ റോൾ ബാക്ക് ഈ സംഭവം ഹൈഫനേറ്റഡ് വേർഡാണ്. റോളും ബാക്ക് രണ്ട് വേർഡുകൾ കൂടി ചേർന്ന് കോമ്പൗണ്ട് വേർഡാണ്. അതുകൊണ്ട് റോൾ ബാക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം ഇങ്ങനെയും എഴുതാം, രണ്ടും നൗണാണ് ഈ പറയുന്ന. പക്ഷേ ഈ റോൾ ബാക്ക് എന്ന് പറയുന്നത് വേർബാണ്. ഇതിൻ്റെ ഇത് മനസ്സിലാക്കണം എന്താണ്. അപ്പം നിങ്ങൾ ഇത് ഉപയോഗിക്കുവാണെങ്കിൽ, റോൾ ബാക്ക് വേർബായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റോൾഡ് ബാക്ക് എന്നിടാം. ഇവിടെയാണ് അത് പറ്റില്ല. അതാണ് വ്യത്യാസം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾക്ക് നൗൺ ആകുമ്പോൾ നിങ്ങൾക്ക് റോൾഡ് ബാക്ക് എന്ന് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതാണെങ്കിൽ യു ക്യാൻ ഗിവ് ബേസ് വേർബ്, ഇവിടെ റോൾ ആണല്ലോ. അതുകൊണ്ട് ആ റോളിന് കൊണ്ട് നിങ്ങൾക്ക് ഈ ഡിഫോമുലേഷൻ ES ഒക്കെ ഇട്ട് കൊടുക്കാം. SES ഒക്കെ വേർബിന് മാറ്റം വരാം. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതാണ് എൻ്റെ വ്യത്യാസം. അപ്പോൾ നിങ്ങൾ ആ യൂസേജ് ഉപയോഗിക്കുന്നെങ്കിൽ ആ ഗ്യാപ്പ് ഇട്ട് എഴുതണം. ദാറ്റ് ഈസ് ഇറ്റ്. അതാണ് എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ള യൂസേജ് പറഞ്ഞുതരാം. ഓക്കെ, ഐ ഗെസ് ദാറ്റ് ഇസ് ക്ലിയർ ടു യു. ഓക്കെ, അപ്പം റെജീന എഴുതിയേക്കുന്നത് റെഡ്യൂസ് എന്ന്, യു ഷുഡ് റിമൂവ് ദ തോട്ട്സ് ഓഫ് ഫെയിലിയർ. അതാണോ? എങ്കിൽ കറക്റ്റാണ്, ഒരു പ്രശ്നം. റെജീന എഴുതിയേക്കുന്നത് കറക്റ്റാണ് കേട്ടോ. യുവർ ക്ലാസ് ഹാർബിഞ്ചർ, യുവർ ക്ലാസ്സസ് ആർ ഹാർബിഞ്ചർ മീ ടു, യുവർ ക്ലാസ്സസ് ആർ ഹാർബിഞ്ചർ ടു മീ എന്ന് പറയാം. പിന്നെ അവിടെ ഹാർബിഞ്ചർ മീ എന്ന് കൊടുക്കരുത് കേട്ടോ. ടു മീ ടു ഗിവ് എ കോൺഫിഡൻസ് ടു ക്രാക്ക് ദി എക്സാം. ഹാർബിഞ്ചർ ഓഫ് സക്സസ്. ഓക്കെ, increasing COVID cases is harbinger of next wave. Okay, upcoming government job notifications are harbinger of hope of aspiring candidates. Hope for Kudmasri projects have apparently empowered the rural society. Yes, vaccination made a rollback in the surge of COVID-19. Rollback of water in beach is a harbinger of tsunami. Some animals get harbingers of certain anomaly in surroundings. Yes. We should roll back the use of plastics, which is a harbinger of our environment. Okay, അവിടെ roll back correct ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. The smell of spices is a harbinger of delicious cuisine. Okay, there was a rollback in the direction of cyclone when it reached TN cost. Okay, farmers are facing a rollback in price of their products. The regime has decided to start the jab for teenagers from today. Okay, there is an anomaly in my blood test, but I'm physically healthy. Okay, all anomalies of the submitted projects must be ruled out by an expert committee. Okay, Gupta regime is regarded as the golden period of Indian history. Okay, rollback of farm laws was the result of farmers' resilient protest. Okay, loss of smell and taste is a harbinger of COVID-19. All right. The Victorian regime has won several discoveries and inventions which has changed the real face of the world by 18th century. Okay, great. അപ്പോൾ കറക്റ്റാണ്. COVID-19 is a man-made disaster ostensibly. Okay, fine. Evidence waiting for the rollback of COVID-19. Okay, COVID-19 rolled back അല്ല. കണ്ടോ റോസെ അവിടെ കണ്ടോ, COVID-19 rolled back അല്ല, rolled back കൊടുക്കണം കേട്ടോ. COVID-19 rolled back GDP rate of India. The rollback of the subsidy made farmers sad എന്ന് വേണ്ട, made farmers sad. അവിടെ കട്ട് ചെയ്ത് കളയുക കാർത്തിക. Okay, it appears to be a harbinger of success.
Even though WHO gave a harbinger about the surge of Omicron, yet it said the effect would roll back in a week. Yes, I got a harbinger before the happenings. Okay, Taliban regime in Afghanistan is both regressive and destructive in character for commoners. Okay, regime of Swati Tirunal is known as the golden age of Travancore. Okay, after the hike of petroleum prices, regime of India's rollback of price is harbinger of upcoming election. After the hike of petroleum prices, rule of India's rollback. Regime authority of India's rollback ആണോ ഉദ്ദേശിച്ചത്? അവിടെ ഒരു മീനിങ് മൊത്തത്തിൽ ഒരു മാറ്റം വരും കേട്ടോ. റഷ്യം ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യൻ റൂൾ, ഇന്ത്യൻ അതോറിറ്റി, ഇന്ത്യൻ ഗവൺമെന്റ് എന്നാണെങ്കിൽ അവിടെ ഇന്ത്യാസ് റഷ്യം എന്ന് കൊടുക്കണ്ട, ഇന്ത്യൻ റെജിം എന്ന് കൊടുത്തോ. ഇന്ത്യൻ റെജിമിന്റെ റിഡക്ഷൻ ഓഫ് പ്രൈസസ് എന്ന് കൊടുക്കുക, ഇന്ത്യൻ റെജിമിന്റെ അങ്ങനെ കൊടുക്കുക. രണ്ട് ഓഫ് വരുന്നത്. അപ്പോൾ അതിന് മീനിങ് അല്ല, സ്ട്രക്ചർ റിപ്പറ്റേഷൻ വരുമ്പോൾ അത് യൂസേജസ് തെറ്റായിട്ട് വരും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി, റിപ്പറ്റേഷൻ മാറ്റാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കുക. റെഷിമിൻ്റെ എന്ന് കൊടുക്കുമ്പോൾ ഇന്ത്യൻ റെഷിംസ് കൊടുത്തപ്പോൾ അഡ്ജക്റ്റീവ് ഉപയോഗിച്ചല്ലോ നമ്മൾ, അത് മതി. ഓക്കെ, പിന്നെ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇസ് കേട്ടോ ഹരി, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇസ് അണ്ടർ ഹിസ് റെഷിം. ഓക്കെ, അനോമലി ഇൻകൾപ്രിറ്റ് ബിഹേവിയർ made him more suspicious. Okay, the rollback in the foreign direct investment is a harbinger of slow economic growth. Hard work is a success harbinger for the government job. Success harbinger and success signal adanu udeshe, success signal. Harbinger of something enna nammal normally kodukka, harbinger of success for government job ennu kodutho. Okay, next, the surge of COVID-19 caused an ostensible change in the flight fares all over the world. Yes, the teacher ordered me to look into matter thoroughly. India was under the British regime for a long time. Sometimes dreams may become the harbinger of future. When the doctor examined the old woman, he found an ostensible anomaly in her stomach. Okay, farmers' suicide ostensibly shows the failure of regime. Anomalies of accused made the judge scot-free. Okay. Recent anomaly over the future of cryptocurrency triggered uncertainty in the digital market. Okay, she scolded him ostensibly. Great. Mother Teresa was a harbinger of kindness. Yeah, he's behaving anomaly after the accident. Behaving anomaly, behaving oddly എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ബിഹേവിങ് എന്ന് കഴിഞ്ഞിട്ടൊരു അഡ്ജക്റ്റീവ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കണീന, he has an anomaly, he has an abnormality after the accident എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ കൊടുക്കണം he is behaving oddly, odd ആയിട്ട് ബിഹേവ് ചെയ്യുന്നു എന്ന് കൊടുക്കുക. ഓക്കെ, UAE regime has proclaimed their country is in paperless. ഒരു പ്രശ്നമുണ്ടേ നിഷാന, കൺട്രി their അവരുടെ അല്ലേ, പ്രൊക്ലെയിംഡ് അവരുടെ എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ THEIR there ആണ്. അവരുടെ കൺട്രി ഈസ് പേപ്പർലെസ് വേണ്ട, ഈസ് പേപ്പർലെസ് എന്ന് കൊടുത്താൽ മതി. അടുത്തത് UAE എന്ന് എഴുതുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ തന്നെ കൊടുക്കും. U ക്യാപിറ്റൽ, A ക്യാപിറ്റൽ, E. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഷോർട്ട് ആണത്, ആക്രോണിം ആണ്. യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ്. നോർമലി ഈസ് കോമൺ ഇൻ ലൈഫ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർഡ്സ്. അടുത്ത വേർഡാണ് അലീവിയേറ്റ്. അലീവിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക, ഈസ് ചെയ്യുക, അല്ലെങ്കിൽ റിലീവ് ചെയ്യുക, ഡെഡൻ ചെയ്യുക, ഓർ ലെസൺ ചെയ്യുക. ഡെഡൻ എന്ന് കുറയ്ക്കുക കേട്ടോ, ഡെഡൻ ചെയ്യുക എന്ന് വീക്കാക്കുക, കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അലീവേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം റെഡ്യൂസ് ചെയ്യുക, ഈസ് ചെയ്യുക, റിലീവ് ചെയ്യുക, ഡെഡൻ ചെയ്യുക, ഓർ ലെസൺ ചെയ്യുക. ഓക്കെ, ഓർത്ത് വെച്ചോളാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അഡ്വേഴ്സ്. അഡ്വേഴ്സ് എഫക്ട്സ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ അൺഫേവറബിൾ ആണ്. അഡ്വേഴ്സ് ക്ലൈമറ്റിക് കണ്ടീഷൻസ്, അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് COVID-19, അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ദി മെക്കനൈസേഷൻ, അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ദി ടാക്സസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ദ പ്രൈസ് ഹൈക്ക്, അൺഫേവറബിൾ ഓർ ഡിസ്അഡ്വാൻറ്റേജസ്, ബെനിഫിറ്റ് ഇല്ലാത്ത, പ്രോബ്ലം, ഇറ്റ്സ് നോട്ട് ഗുഡ്, ടെറിബിൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഡിസ്അഡ്വാൻറ്റേജസ്, ടെറിബിൾ ഓർ അൺലക്കി എന്നൊക്കെയുള്ള അർത്ഥമാണ് അഡ്വേഴ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം പറയാം. ഓക്കെ, അൺഫോർച്ചുനേറ്റ്. അടുത്ത വാക്ക് പ്രോംപ്റ്റ്. പ്രോംപ്റ്റ് എന്ന വാക്ക് ഇറ്റ്സ് ലൈക്ക് ഒരുപാട് യൂസേജ് ഉണ്ട്, ഒരുപാട് യൂസേജ് ഉണ്ട് പാർട്സ് ഓഫ് സ്പീച്ച് അനുസരിച്ച്. പ്രോംപ്റ്റ് എന്ന വാക്ക് അഡ്ജക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പ്രോംപ്റ്റ് ആക്ഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ക്വിക്ക്, പെട്ടെന്നായിരിക്കണം, ദാറ്റ്സ് പ്രോംപ്റ്റ് അല്ലേ. സ്വിഫ്റ്റ്, പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റ് ആവണം, ക്വിക്ക് ആവണം എന്നൊക്കെയാണ് അഡ്ജക്റ്റീവ്. വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മീനിങ് കോസ് ചെയ്യുക, കാരണമാകുക. ബി എ റീസൺ അല്ലെങ്കിൽ കോസ് സംതിങ്, യു പ്രോംപ്റ്റഡ്, ഹി പ്രോംപ്റ്റഡ് ഹിം, അല്ലെങ്കിൽ COVID-19 പ്രോംപ്റ്റഡ് പീപ്പിൾ ടു സ്റ്റേ ഇൻഡോർസ്, സംതിങ് ലൈക്ക് ദാറ്റ്, അത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ പ്രോംപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിമൈൻഡ് ചെയ്യുക. പ്രോംപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിമൈൻഡ് ചെയ്യുക, ഒരാൾ പ്രോംപ്റ്റ് ചെയ്യുന്ന റിമൈൻഡ് ചെയ്യുക. ഓക്കെ, ആൻഡ്
അടുത്ത നോക്കിയേ, അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കാം. എക്സാക്ട്ലി, പ്രിസൈസ്ലി, ഷാർപ്പ് എന്നുള്ളൊക്കെ അർത്ഥം, ഷാർപ്ലി എന്നുള്ള അർത്ഥം വരുന്ന അഡ്വേർബ് എക്സ്പ്രഷനായിട്ട് പ്രോംപ്റ്റ് ഉപയോഗിക്കാം. ഓക്കെ, എന്നാൽ നൗൺ ആയിട്ടും പ്രോംപ്റ്റ് ഉപയോഗിക്കാം. എന്താ നൗൺ ആയിട്ട് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ? പ്രോംപ്റ്റ് എന്ന് പറയില്ലേ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ കീയൊക്കെയില്ലേ പ്രോംപ്റ്റ് ഇല്ലേ? ഉണ്ട്. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. വെച്ചാൽ ഇതാണ് പ്രോംപ്റ്റ്, ഒരു പ്രോംപ്റ്റ്, ഇറ്റ് വാസ് എ പ്രോംപ്റ്റ് ഫ്രം ഹിസ് പാർട്ട്. അവൻ്റെ ഒരു റിമൈൻഡർ ആണ്, അല്ലെങ്കിൽ അത് അവൻ്റെ ഒരു ഇതാണ്, അവൻ്റെ ഒരു സൈൻ പോലെ നമുക്ക് തന്നു എന്നൊക്കെ അർത്ഥം വരില്ലേ? ആ ഒരു അർത്ഥത്തിൽ പ്രോംപ്റ്റ് നൗണായിട്ട് നമ്മൾ റെയറായിട്ടാണ് യൂസ് ചെയ്യുക, ബട്ട് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പം ഇതിന് പല യൂസേജ് ഉണ്ട്, പല പാർട്സ് ഓഫ് സ്പീച്ച് ആയിട്ട് ഉപയോഗിക്കാം. അഡ്ജക്റ്റീവ്, അഡ്വേർബ്, നൗൺ ആൻഡ് വേർബ് ഓർത്തു വെക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് പാർലേ. പാർലേ, നമ്മുടെ പാർലേ എന്നൊക്കെ പറയുമ്പോൾ പാർലേജി ഒന്നും ഓർക്കണ്ട. പാർലേ എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ടും വേർബായിട്ടും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. പാർലേ മീൻസ് എ ഡിസ്കഷൻ, നെഗോസിയേഷൻ, മീറ്റിംഗ്, കോൺഫറൻസ് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നെഗോസിയേഷൻ അല്ലെങ്കിൽ കോൺഫറൻസ് എന്നൊക്കെ ആണ്, അല്ലെങ്കിൽ മീറ്റിംഗ്, ഡിസ്കഷൻ എന്നൊക്കെയാണ് പാർലയുടെ മീനിങ്. ഓക്കെ, എന്നാൽ വേർബായിട്ടും ഇതിനെ ഉപയോഗിക്കും. ദേ ടോക്ക്, കൺഫർ, കോൺഫറൻസ് അല്ലാകുമ്പോൾ അതിൻ്റെ വേർബ് കൺഫർ, ടോക്ക്, കൺഫർ, നെഗോഷിയേറ്റ് എന്നൊക്കെ മീനിങ്. കണ്ടോ, വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ടോക്ക്, കൺഫർ, നെഗോഷിയേറ്റ് എന്നൊക്കെ മീനിങ് വരുന്നു. ഓക്കെ, ഓർത്ത് വെച്ചോളാം കേട്ടോ. യെസ്, ലെറ്റ് മീ റീഡ് യുവർ സെൻറ്റൻസസ്. നോക്കട്ടെ അടുത്ത സെൻറ്റൻസസ്. അനോമലി മെയ്ഡ് ബൈ ബ്രിട്ടീഷ് റഷ്യൻ ഡിവൈഡഡ് സ്പെല്ലിംഗ് നോക്കി, DEVID അല്ല, DIV, ഡിവൈഡഡ് ദ നേഷൻ. ഇങ്ങനെ കൊടുക്കണേ നീതു. അനോമലി മെയ്ഡ് ബൈ ബ്രിട്ടീഷ് റഷ്യൻ ഡിവൈഡഡ് ദ നേഷൻ ഇൻ ടു 2 countries. ഡിവൈഡഡ് ഇൻ ടു. ഓക്കെ, കൊടുക്കുക. ഓഡ്സ്, ചാൻസസ് എന്ന മീനിങ് കൂടി ഇല്ലേ? ഉണ്ട്. ഓഡ്സിന് ചാൻസസ് എന്നൊരു മീനിങ് ഉണ്ട്. ഇതാണ്, എന്താണ് നമ്മൾ പറയില്ലേ, അമംഗ് ദ ഓഡ്സ് എന്നൊക്കെ പറയില്ലേ? പറയാം, കറക്റ്റാണ് കേട്ടോ രഞ്ജിത. പക്ഷെ അവിടെ ഓഡ്സ് ഉപയോഗിക്കുമ്പോൾ കണ്ടോ, ആ ഓഡ് എന്ന് പറയുന്നത് സിംഗുലർ വേർബായിട്ട് ഉപയോഗിക്കുന്നത്, നൗൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ രഞ്ജിത പറഞ്ഞ ഓഡ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ നൗണായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അവിടെ പ്ലൂറൽ നൗണായിട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ ഓഡ്സ് എന്ന് പറയുന്നത് കേട്ടോ, ചാൻസസ് എന്ന മീനിങ്ങിൽ. സക്സസ് ഇൻ ദ പ്രോജക്റ്റ് ഈസ് ostensible. Take every fiasco as a harbinger of success and move forward. Okay, Vincy, great. Supreme Court appointed special investigation team for probing Pegasus case on account of anomaly of case investigated by first investigators. Okay. COVID-19 results in physical anomaly in humans and is a harbinger to stay safe. Okay. Medicines alleviated his pain. All right. Rollback of US trades from China and their interest with India is a harbinger to Indian economy. Okay. Not happening. The alleviation in Omicron cases will adversely affect the temper of health department. Not happening, the alleviation in Omicron cases. Usage ശരിയല്ലല്ലോ പ്രവീണ. കോവിഡ് പാൻഡമിക് adversely affect on my അങ്ങനെയല്ല. കോവിഡ് പാൻഡമിക് ഹാസ് അഡ്വേഴ്സ് എഫക്ട് ഓൺ മൈ അങ്കിൾസ് ബിസിനസ്. ഒന്നെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ കോവിഡ് പാൻഡമിക് ഹാസ് അഡ്വേഴ്സ്ലി affected അല്ല, affected. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. കോവിഡ് പാൻഡമിക് ഹാസ് adversely affected my uncle's business. കേട്ടോ, കോവിഡ് പാൻഡമിക് ഹാസ് adversely affected my uncle's business. അല്ലെങ്കിൽ കൊടുക്കുക, കോവിഡ് പാൻഡമിക് ഹാസ് adverse effect on my uncle's business. ഇഷാന ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. The use of new renewable source of energy alleviated the adverse effects of pollution to a great extent. Yeah. എക്സ്റ്റെൻഡ് കറക്റ്റ് ആണ്. ഡി വന്നിരുന്നെങ്കിൽ മാറിപ്പോനെ, ബട്ട് ദിസ് ഇസ് റൈറ്റ്. വിൻസി, PM Indira Gandhi has made a great effect on poverty alleviation program by fifth 5-year plan. Okay, you should commence the parley at 10 AM promptly. All right. Okay, അവിടെ പ്രോംപ്റ്റ്ലി വേണ്ട കേട്ടോ തസ്ലിമ. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. എക്സാക്ട്ലി 10 മണിക്ക് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇറ്റ്സ് ഓൾസോ ആൻ അഡ്വേർബ്. അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കും, പ്രോംപ്റ്റിയുടെ ആവശ്യം ഇല്ല. പ്രോംപ്റ്റ് പറഞ്ഞാൽ കറക്റ്റ് ആണ്. സ്റ്റാൻഡിംഗ് ഓൺ എ കോൾഡ് ഫ്ലോർ മേ അലിവിയേറ്റ് ഫുഡ് ക്രാംസ്. ഓക്കെ, ഓൾ റൈറ്റ്. Poverty alleviation is one of the major projects of the regime. One, if Hebla typo, government assistance alleviated the family's debt burden. Nowadays, corona TPR rate has alleviated. Neetu വീണ്ടും പറയാണ്, has കഴിഞ്ഞിട്ട് V3 alleviated in Kerala. Central government had alleviated the excise duties of petroleum products. Ostensibly, that has happened, which I thought not to happen. Okay, mass vaccination will alleviate the COVID-19 death toll. It requires prompt action and parley to alleviate the adverse effects of climate change, and the world should not be idle in this course. Yeah.
A prompt decrease in the productivity of company lead the GM to call a parley of performance. Okay. Adverse atrocity makes harmful to society by all means. അങ്ങനെ വേണ്ട കേട്ടോ. ശരത്തെ അവിടെ മേക്സ് ഹാംഫുൾ എന്ന് കൊടുക്കണ്ട, ഇങ്ങനെ കൊടുത്താൽ മതി. അഡ്വേഴ്സ് അട്രോസിറ്റി ഈസ് ഹാംഫുൾ ടു സൊസൈറ്റി ബൈ ഓൾ മീൻസ്. അവിടെ മേക്സിൻ്റെ ആവശ്യമില്ല. ഡ്യൂ ടു ദി പ്രിവൈലിംഗ് അഡ്വേഴ്സ് കണ്ടീഷൻസ് ദി സ്കൂൾ റീഓപ്പണിംഗ് ഈസ് പോസ്റ്റ്പോൺഡ്. ഓക്കെ, ഓൾ റൈറ്റ്. Negative statements always alleviate the parley. Okay, COVID-19 made an adverse effect in the economic sector. Yeah, parley in the parliament ended in fight between the ruling party and opposition. Okay, adverse behavior of him made a parley in his family. Okay, smoking has many adverse effects on the health of a person. Yeah, he's never bothered about the adverse effects of alcohol. Yeah, idle mind is a devil's workshop. Okay, there was a parley between India and Nepal regarding the COVID situations. Yeah, preparedness before the disaster alleviated its havoc effects. Be prompt in your action, in your work. Okay. Government has decided to alleviate the COVID controls on account of evident rollback of cases. Government's prompt decision of complete lockdown adversely affected the shopkeepers. Yeah. Prompt action leads to better survival. Okay. Yes, great. Accident caused adverse effect on his mental health. Sitting idle will make you incompetent. Yes, Sebila, type on the slide. Prompt action of fire force alleviated spreading of fire to other buildings. He prompted me about the meeting. Great. The rise of COVID-19 cases prompted many states to move to a lockdown. Yeah. Prompt action should be taken against child labor. Yeah. Idle mind in the devil's workshop. Government has conducted a parley on Omicron cases. Yeah. RBI proposed prompt action framework against banks that failed to comply with the guidelines of NPA writ of. Okay. Okay, he's an idle person. Okay, the manager called for a parley. Okay, we have arranged a parley to discuss the Jubilee programs. Great. അപ്പോൾ ഐഡിൽ, അടുത്ത വാക്കാണ് ഐഡിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഐഡിൽ എന്ന വാക്കിൻ്റെ അർത്ഥം ലേസി, ഇൻടോളറൻറ്റ് ഓർ വേർബായിട്ട് ഉപയോഗിക്കാം. അഡ്ജക്റ്റീവായിട്ട് മാത്രമല്ല വേർബായിട്ട് ഉപയോഗിക്കാം. ലേസ്, അതായത് ബി ലേസി, ലേസി ആയിട്ടിരിക്കുക, ഇനാക്റ്റീവ് ആയിട്ടിരിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഐഡിൽ, ഐഡിലിങ്. ഇന്നലെ നൗഫൽ എന്നോട് ചോദിച്ചായിരുന്നു ഈ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മിസ് ചെയ്യുന്നത്. ഓർമ്മയുണ്ടോ? നമ്മൾ ഇന്നലെ ഊത്തനേഷ്യനെ പറ്റി പറഞ്ഞു. നിങ്ങൾ കേട്ടോ എന്ന് എനിക്കറിയില്ല. ഇന്നലത്തെ മാരത്തൺ സെഷൻ നമ്മൾ യൂത്തനേഷ്യ, മേഴ്സി കില്ലിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇതില്ലാതെ നമ്മൾ ഐഡിലായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ. സോ വെജിറ്റേറ്റ് എന്ന് പറഞ്ഞ വേർബാണ്. ദാറ്റ് മീൻസ് ഐഡിൽ. സ്റ്റാഗ്നന്റ് എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. സ്റ്റാഗ്നന്റ് എന്ന് പറയുന്നതും അഡ്ജക്റ്റീവ് ആണ്. സ്റ്റാഗ്നേറ്റ് എന്ന് പറയുന്നത് വേർബാണ്. ലേസ് എന്ന് പറയുന്നത് വേർബാണ്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ വേർബായിട്ടും ഈ ഐഡിൽ എന്ന വാക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചോണേ. ഓക്കെ, പാർലേ ഒഫീഷ്യലായിട്ട് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ഡിസ്കഷൻ എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. പക്ഷേ ഫോർമൽ യൂസേജ് ആണ് കൂടുതലായിട്ട്. അല്ല നമ്മൾ പാർലേ എന്നുള്ള ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല, ബട്ട് യു ക്യാൻ യൂസ് ഇറ്റ്, നോ പ്രോബ്ലം കേട്ടോ. ഓക്കെ, അടുത്ത എന്താണ്? വി ഷുഡ് പാർലേ അബൌട്ട് അവർ ന്യൂ പ്രോജക്റ്റ്. ദയവായി ഒരു സെക്കൻഡ്. ഗവൺമെന്റ് made a parley with educational institutions regarding the reopening of school. Upliftment of backward community should be prompted by government. Parley പറഞ്ഞു. Adverse effect of COVID-19 is continuing indefinitely. Yeah. Frequent forest fire in Amazon has adversely affected the ecology of this biodiversity hotspot. Okay. No fruitful decision was taken in the parley. Okay. Nowadays, you have answered the questions with your idle presence. Okay. Nowadays, English articles are prompting me to read between the lines. That's great, Abila. Sometimes I become idle and not read every. Sometimes I become idle and do not read even a single page. And do not എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നോട്ട് റെഡി ടു റീഡ്, അല്ലെങ്കിൽ ആൻഡ് നോട്ട് റെഡി ടു റീഡ് അങ്ങനെ കൊടുക്കണം. അല്ലെങ്കിൽ ഡു നോട്ട് അവിടെ കൊടുത്തിരിക്കണം വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ. പിന്നെ ഡ്യൂറിങ് കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ മെനി പീപ്പിൾ ഫോളൻ ഐഡിൽ. മെനി പീപ്പിൾ ഹാവ് ഫോളൻ ഐഡിൽ ഇൻ ലൈഫ് കൊടുക്കണേ. ഐഡിൽനെസ് എന്ന് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഐഡിൽനെസ് ഉപയോഗിക്കാം, അത് നൗൺ അല്ല. ഐഡിൽനെസ് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അത് ഇതാണ് നൗൺ അല്ലേ, അത് ഉപയോഗിക്കാം, അത് കുഴപ്പമില്ല. ഹിസ് ഐഡിൽ ക്യാരക്ടർ ഓൾവേസ് അഡ്വേഴ്സ് ടു ഹിസ് ജോബ്. അഡ്വേഴ്സ് ടു ഹിസ് ജോബ് ഓൾവേസ് എന്താണ്? അപ്പം എന്താണ്? ഈസ് അഡ്വേഴ്സ് ഓൾവേസ്. ഹിസ് ഐഡിൽ ക്യാരക്ടർ ഈസ് ഓൾവേസ് അഡ്വേഴ്സ് ടു ഹിസ് ജോബ്. ഈസ് അൺഫേവറബിൾ ടു. ഈസ് അവിടെ കൊടുക്കണം കേട്ടോ ജീന, ഇല്ലെങ്കിൽ മീനിങ് പോയില്ലേ. പ്രൈം മിനിസ്റ്റർ കോൾഡ് ഫോർ ആൻ urgent parley to discuss about the COVID-19 situations. Hard work is opposite of idleness. Yeah. Shifa, good morning. Yeah, Ramin. Yes, Ramin, 9 to 10. Yes.
ഓക്കെ, അപ്പോൾ ഇതാണ് കാര്യം. അടുത്ത വാക്കിലോട്ട് പോകുവാണ് അൺറെസ്റ്റ്. അൺറെസ്റ്റ്, ഓക്കെ, അൺറെസ്റ്റ് എന്ന വാക്കിന്റെ മീനിങ് ഇതാണ് ഡിസ്റപ്ഷൻ. ഓക്കെ, അൺറെസ്റ്റ് എന്ന മീനിങ്ങിന്റെ അർത്ഥം ഡിസ്റപ്ഷൻ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ്. ഓക്കെ, അജിറ്റേഷൻ, അപ്സെറ്റ് എന്നൊക്കെ. പിന്നെ ദേവമയ എൻറൂട്ട് എന്ന വാക്കിന്റെ മീനിങ് ഓൺ ദ വേ, പോകുന്ന വഴിക്ക് കേട്ടോ. ഓക്കെ, ഓൺ ദ വേ എന്നാണ് എൻറൂട്ട്. അത് ഇതാണ് ഫോറിൻ ഫ്രേസ് ആണ് കേട്ടോ എൻറൂട്ട് എന്ന മീനിങ്. ദേവമയ ഉണ്ടല്ലോ അല്ലെ ക്ലാസ്സിൽ, ഇപ്പം ഇവിടെ ഉണ്ടല്ലോ അല്ലെ. ദേവമയ എൻറൂട്ട് മീൻസ് ഓൺ ദ വേ കേട്ടോ, ഓർത്ത് വെച്ചോണേ. ഓക്കെ, അത് ഫോറിൻ വേർഡ് ആണ് കേട്ടോ, ഫോറിൻ വൊക്കാബ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂസ് റേഷൻ കാർഡ് ടു സെക്സ് വർക്കേഴ്സ് ടു അലിവിയേറ്റ് പോവർട്ടി അമംഗ് ദം. ഗ്രേറ്റ്, നല്ല സെനൻസ് സൗമ്യ. I'm in or an idle state. അതെന്താ ഡൗട്ട്? അതെന്താ ഐഡിലിന്റെ സ്പെല്ലിംഗ് ഐ ആണ്. ഐ സൗണ്ട് നോക്കിയേ, അതെന്താ ഡൗട്ട്? ഐഡിലിന്റെ ഇവിടെ ഐ സൗണ്ട് ആണ്. നോക്കുക, ഐ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഇത്? ആൻ ഐഡിൽ അല്ലേ, ആൻ ഐഡിൽ സ്റ്റേറ്റ് ആണ് വരേണ്ടത്. ആൻ ഓർ എ എന്നൊരു ഡൗട്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ആഫ്റ്റർ മൈ മാരേജ് റുട്ടീൻസ് മൂവ്ഡ് ദ നീഡിൽ. ഓക്കെ, ഗ്രേറ്റ്. Overs of T20 match had alleviated, prompted by adverse climatic conditions. Okay, all right. The parlay failed because of personal interest of the chairs. An idle mind is devil's workshop. എല്ലാവരും ഐഡിൽ മൈൻഡ് വെച്ചിട്ടാണല്ലോ കളി ഇന്ന്. കൊള്ളാം. അടുത്ത വാക്കാണ് അൺറെസ്റ്റിന്റെ ബാക്കി മീനിങ് പറഞ്ഞില്ലല്ലോ. ഡിസ്റ്റർബൻസ്, ഡിസ്ട്രപ്ഷൻ, അജിറ്റേഷൻ, അപ്സെറ്റ് എന്നൊക്കെ ഉണ്ട് അൺറെസ്റ്റിന്റെ മീനിങ് കേട്ടോ. അടുത്ത നോക്കിക്കേ, there are many unrest എന്ന് പറയില്ല. there is disruption, disturbance ആണെങ്കിൽ there are many unrest എന്ന് പറയുന്നതിന് പ്ലൂറൽ ഇല്ല, പ്ലൂറൽ ഫോം ഇല്ല, അതൊരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അൺറെസ്റ്റ് എന്ന് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഡിസ്റ്റർബൻസസ് തന്നെ കൊടുക്കുക, അല്ലെ ഹേർഡിൽസ് എന്നൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 100 പേരോളം ലൈവിലുണ്ട്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. അടുത്താണ് ഡീബിലിറ്റേറ്റിംഗ്. ഡിബിലിറ്റേറ്റ് വേർബാണ്. ഡിബിലിറ്റേറ്റിംഗ് ആയതിൻ്റെ ING ഫോമുള്ള വേർബ്, പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. വേർബായിട്ട് ഉപയോഗിക്കാം, അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം. ഡിബിലിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വീക്കനിങ്, അഡ്ജക്റ്റീവായിട്ട് വീക്കനിങ്, എൻഫീബ്ലിംഗ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ എനർവേറ്റ്, അതായത് എനർജി ഇങ്ങനെ ഡ്രെയിൻ ആയിട്ട് ആക്കി മാറ്റുക, എനർവേറ്റ് എന്നൊരർത്ഥമുണ്ട്. അല്ലെങ്കിൽ ഡീവൈറ്റലൈസ്. വൈറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുക എന്നല്ലേ. അപ്പോൾ ഡീവൈറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ വൈറ്റലിറ്റി കുറയ്ക്കുകയാണ്, നമ്മൾ വീക്കൻ ചെയ്യിക്കുകയാണ്. അപ്പോൾ ഡീബിലിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ വീക്കനിങ്, എൻഫീബിൾ. അപ്പോൾ വീക്കൻ ഇതിൻ്റെ മീനിങ് വരുമ്പോൾ നോക്കിയാൽ വേർബായിട്ട് വരുമ്പോൾ വീക്കൻ എന്ന് പറയാം, അല്ലെങ്കിൽ എൻഫീബിൾ എന്ന് നിങ്ങൾക്ക് പറയാം. അതുപോലെ ഡീവൈറ്റലൈസ് എന്ന് പറയാം, എനർവേറ്റ് എന്ന് പറയാം വേർബായിട്ട്. അല്ലാതെ നിങ്ങൾക്ക് അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ് വീക്കനിങ്, എൻഫീബ്ലിംഗ്, എനർവേറ്റിംഗ്, ഡീവൈറ്റലൈസിങ് എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ അഡ്ജക്റ്റീവായിട്ട് വരുമ്പോൾ. അടുത്ത വാക്കാണ് മിസ്സിവ്. മിസ്സിവ് പ്ലൂറൽ സിംഗുലർ ഒക്കെ ഉണ്ട്. മിസ്സിവ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, ലെറ്റർ, നോട്ട് എന്നൊക്കെയാണ് അർത്ഥം. മിസ്സിവ് ഓർത്ത് വെച്ചാൽ മതി. മെസ്സേജിന്റെ വേറൊരു മീനിങ് ആണ് മിസ്സിവ്. മിസ്സിവ്സ് എന്ന് പറഞ്ഞാൽ മെസ്സേജസ്, കമ്മ്യൂണിക്കേഷൻ, ലെറ്റേഴ്സ്, നോട്ട്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അടുത്ത വാക്കാണ് ഫോർട്യൂഷ്യസ്. ഫോർട്യൂഷ്യസ് എന്ന് പറഞ്ഞാൽ ചാൻസ്, അൺഎക്സ്പെക്റ്റഡ്, ആൻറ്റിസിപ്പേറ്റഡ്, അൺപ്രഡിക്റ്റബിൾ എന്നൊക്കെ പറയില്ലേ. അൺആൻറ്റിസിപ്പേറ്റഡ്, അൺപ്രഡിക്റ്റബിൾ എന്നൊക്കെ നമ്മൾ പറയും. അൺപ്രഡിക്റ്റബിൾ. ഓക്കെ, ആൻഡ് അതല്ലാതെ ഫോർച്യൂസസിന് വേറെ മീനിങ് ഉണ്ട്. ലക്കി, ഫോർച്ചുനേറ്റ് എന്നൊരർത്ഥമുണ്ട്. പ്രൊവിഡൻഷ്യൽ, അതായത് നമുക്ക് ഗുണമായിട്ട് വരാം, മെറിറ്റ് ആയിട്ട് വരാം, ദാറ്റ് ഇസ് പ്രൊവിഡൻഷ്യൽ. പ്രൊവിഡൻഷ്യൽ, ലക്കി എന്നൊക്കെ അർത്ഥമുണ്ട് ഫോർച്യൂഷ്യസിന്. ഫോർച്യൂഷ്യസിന്റെ മീനിങ് ചാൻസ്, അൺഎക്സ്പെക്റ്റഡ്, അൺആൻറ്റിസിപ്പേറ്റഡ്, അൺപ്രഡിക്റ്റബിൾ, ലക്കി ഓർ പ്രൊവിഡൻഷ്യൽ. അതായത് നമ്മുടെ മെറിറ്റ് ആയിട്ട് വരിക. ദാറ്റ്സ് ഇറ്റ്. അഡ്ജക്റ്റീവ് ആണ്, ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അടുത്തത് എന്താ പറഞ്ഞത്? പെട്രോൾ പ്രൈസ് ഹൈക്ക് കോസ്റ്റ് അൺറെസ്റ്റ് among the people. Great. Yeah. He is an unrest man. All right. Okay. He is an unrest man ഉപയോഗിച്ചത് അപ്സെറ്റ് എന്ന രീതിയിലല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട് അവിടെ. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷനിലല്ല കേട്ടോ. വി ആർ ഇൻ അൺറെസ്റ്റ് എന്ന് പറയാം. നമ്മളൊരു അപ്സെറ്റിലാണ്, അജിറ്റേഷനിലാണ്, ഡിസ്റ്റർബൻസിലാണ് എന്നൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല. ബട്ട് നൗണിനെ നമുക്ക് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നീന, ക്ലിയർ? നോക്കാം. നീനയല്ല, സോറി, ആരായിരുന്നു പറഞ്ഞത്? കാർത്തിക. യാ. The president has declared emergency which created unrest among public. Great. C is in the state of unrest. Okay, disturbance. Unrest is in northeastern Ghats. Sorry, states should stop as soon as possible. Okay. Debilitated എന്ന് പറയുമോ? പറയും. Debilitated പറയും. നമ്മുടെ രഞ്ജിത debilitate എന്ന് പറയുന്നതല്ലേ? Debilitate.
എന്ന് പറയുന്നതിൻ്റെ വേർബ് ഫോമുലേഷനാണ്. ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ ING ഫോമുലേഷനാണ്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്, ING ഫോമാണ് ഡിബിലിറ്റേറ്റിംഗ്. ഡിബിലിറ്റേറ്റ് തന്നെയാണ് അതിൻ്റെ റൂട്ട് വേർബ് ഫോം, V1 ഫോം കേട്ടോ. യെസ്, അടുത്ത് നോക്കാം. The act of parliament passing the CAA has caused an unrest all over the nation. Okay. You were, ശരത്തെ യു വേറിന് ഒന്നെങ്കിൽ യു കഴിഞ്ഞ് അപ്പസ്ട്രോഫി ഇട്ട് R ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അപ്പസ്ട്രോഫി ഇടണ്ട. യു വേർ absolutely unrest and the thoroughly ആണോ ഉദ്ദേശിച്ചത്, thoroughly disorganized when you were in the interrogation. Spelling interrogation, INTERROGATIO, interrogation, വിചാരണ കേട്ടോ ശരത്തെ, ഓർത്ത് വെച്ചോളാം കേട്ടോ. After workout I was debilitating. Okay, many missives have passed between teacher and students. Okay, his departure makes her debilitated much. Okay, misuse of AFSPA is creating huge unrest in civilians. Okay, we can debilitate Omicron variant spread by practicing COVID protocol appropriately. Okay, appropriately PROenne avada O vittu poyittundu, typo ennu vicharikkunnu. Power of government is debilitating as number of protesters increases. Yes, is the missive clear? Teacher asked to the student. Great NJ. Belittle synonyms ആണോ debilitate? അല്ല, belittle എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, belittle ഒരിക്കലും പറയരുത്. belittle എന്ന് പറഞ്ഞാൽ താഴ്ത്തി കെട്ടാണ്. belittle എന്ന് you are criticizing someone. ഡിബിലിറ്റേറ്റ് ബിലിറ്റിംഗിലുമായിട്ട് ഒരു ബന്ധവുമില്ല കേട്ടോ. ഡിബിലിറ്റേറ്റ് എന്ന് വീക്കൻ ചെയ്യാന്നൊക്കെയല്ല അർത്ഥം, പക്ഷേ വീക്കൻ ആക്കി കളയുക. പക്ഷേ ബിലിറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ താഴ്ത്തി കിട്ടും ഒരാളെ. വി ആർ ക്രിട്ടിസൈസിങ് സംബഡി ബ്രൂട്ടലി കേട്ടോ. മീനിങ് വേറെയാണേ, ഓർത്ത് വെച്ചോണേ. ശരത്തെ, please pass a missive if you cannot attend the meeting. Okay, the labor unrest led to അല്ല കേട്ടോ, leads to. ബെൻസി past tense ആണ്. ഓക്കെ, led to കറക്റ്റാ. past tense ആണെങ്കിൽ സോറി, led to അല്ല, LED led ആണ്. ഒന്നെങ്കിൽ past tense ആണ്, LED വരണം, അല്ലെങ്കിൽ എന്ത് വരണം, ലീഡ്സ് ടു ആൻഡ് ഇൻഡസ്ട്രിയൽ സ്റ്റാഗ്നേഷൻ ഇൻ ദ കൺട്രി. ബിൻസി ശ്രദ്ധിക്കണേ, ലീഡ് ആണെങ്കിൽ അതിലൂടെ S ഇട്ട് കൊടുക്കുക, കാര്യം അത് സിംഗുലർ ആയതുകൊണ്ട്. റാം is 4 chooses enough to win the jackpot. Great. AFSPA declared on the unrest area of Northeast. Okay, the COVID situation is debilitating kids academics. Okay, academic അല്ല, academics. Academic is an adjective, academics is noun. Keto Nishana, keep working hard. You would ostensibly have if chooses a future. Great. The missive of pandemic caused a lot of unrest in the economy. Pollution is debilitating environment. Yes. Moving on, deftly. Deftly means brilliantly, artfully, skillfully, adeptly. Okay, brilliantly, deftly, adulate. You should work deftly to achieve success. You should work brilliantly. You should work artfully, you should work skillfully, you should work adeptly. Adept ഓർമ്മയുണ്ടോ? എക്സ്പേർട്ട് എന്ന് നമ്മൾ പറയും, ജീനിയസ്, ടാലന്റഡ്, സ്കിൽഫുൾ എന്നൊക്കെ പറയില്ല. അപ്പോൾ അഡപ്റ്റ്ലി അഡ്വേർബാണ്, ഡെഫ്റ്റ്ലി അഡ്വേർബാണ്. ഡെഫ്റ്റ് ബ്രില്യൻറ്റ്, ആർട്ട്ഫുൾ, സ്കിൽഫുൾ എന്നൊക്കെ പറയും. ബുദ്ധിയുള്ള, ബ്രില്യൻ്റ് ആയ, സ്മാർട്ട്, ക്ലവർ ആയിട്ടുള്ള, ഡെഫ്റ്റ്, ക്ലവർ. അപ്പോൾ ബ്രില്യൻറ്റ് എന്നൊക്കെ, അപ്പോൾ ക്ലവർലി എന്നൊക്കെയാണ് ഇതിൻ്റെ മീനിങ് കേട്ടോ. ഓൾ റൈറ്റ്, യാ, ഓക്കെ. Recent unrest in Trivandrum belittled the police force in action. അവിടെ belittle, criticize, that's great. Missive between them was stopped after quarrel. Okay, yes, communication between them. History says massive missive made changes of the world. Okay, the corruption case against the CM would debilitate the ruling party's chance of winning the election. Yeah, passing of missive is not enough to solve that problem. Okay, there should always be a unrest allato and maybe an unrest. There should always be an unrest. Okay, unrest, sound unrest within ourselves when the exam preparations are debilitating, which is a fortuitous missive of our hard work. Ellam kudi ittu eഴുതിയോ? Okay, Ram's ignorance is debilitating her. കേട്ടോ കാർത്തിക, അവിടുത്തെ ഓക്സിലറി വേർബ് അല്ലെങ്കിൽ മീനിങ് പോയേ, പ്രശ്നമാണ്. The missive came yesterday was debilitating her. The missive came yesterday was ആയിരുന്നു. ഓക്കെ, പറയാം, കുഴപ്പമില്ല. The missive came yesterday was debilitating. അവിടെ ഒരു ഇതുണ്ട്, the missive, came yesterday, was debilitating her. അത്രേ ഉള്ളൂ, അതിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ കോമ രണ്ടിടത്ത് ഇടുന്നുള്ളത് അറിയാം. ആ കോമ ഇട്ട സംഭവം എടുത്ത് മാറ്റിയാൽ, ആ ഫ്രേസ് എടുത്ത് നമ്മൾ മാറ്റിയാൽ, ആ ക്ലോസ് എടുത്ത് നമ്മൾ എടുത്ത് മാറ്റിയാലും ആ സെൻറ്റൻസ് മീനിങ് ഫുൾ ആകണം. അതിന് വേണ്ടിയിട്ടാണ്. കറക്റ്റാണ്, സെൻറ്റൻസിന് കുഴപ്പമൊന്നുമില്ല. ആ കോമ ഒന്ന് ഇട്ട് കൊടുത്ത് പങ്ക്ച്വേഷൻ ഒന്ന് കറക്റ്റ് ആക്കിയാൽ മതി. He felt debilitated after receiving the missive. Okay, owing to human rights violation and recent coups,
US had cut off Ethiopia, Mali and Guinea after duty-free trade program, which further debilitated their stifling economy. Okay, he deftly followed the instructions and win the game. Okay, negative thoughts debilitates our mental state. Okay, he felt debilitating after the long day hectic work. ആഫ്റ്റർ ദ ലോങ് ഡേ എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ്. അപ്പം പിന്നെ ലോങ് ഡേ ഹെക്ടിക് വർക്ക്, ഇറ്റ് വാസ് എ ലോങ് ഡേ എന്ന് പറഞ്ഞാൽ തന്നെ ഹെക്ടിക് ആയിരുന്നു, ആകുമ്പോൾ ടയേർഡായി എന്നർത്ഥം. പിന്നെ ലോങ് ഡേ ഹെക്ടിക് വർക്ക് കൊടുക്കേണ്ട മീൻസ് അപ്പോൾ എന്ത് കൊടുക്കണം? ഹി ഫെൽറ്റ് ഡിബിലിറ്റേറ്റിംഗ് ആഫ്റ്റർ ദ ലോങ് ഡേ, അല്ലെങ്കിൽ ഹി ഫെൽറ്റ് ഡിബിലിറ്റേറ്റിംഗ് ആഫ്റ്റർ ദി ഹെക്ടിക് വർക്ക്. രണ്ടിലേതിൽ ഒന്ന് കൊടുക്കില്ലെങ്കിൽ അത് സൂപ്പർ ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആയി മാറും. വയലിനിസ്റ്റ് ബാലഭാസ്കർ വാസ് എ ഡെഫ്ലി ആർട്ടിസ്റ്റ്. ഡെഫ്റ്റ്ലി എന്ന് പറയില്ല ജെറിക്സ്, അവിടെ ഡെഫ്റ്റ്ലി എന്ന് പറയണമെങ്കിൽ അഡ്വേർബ് ആയിട്ട് യൂസ് ചെയ്യണം. ഇവിടെ ജെറിക്സ് ഉപയോഗിച്ചിരിക്കുന്ന അഡ്ജക്റ്റീവ് ആയിട്ട്. അപ്പോൾ ഡെഫ്റ്റ് എന്ന് കൊടുക്കുക. ഇത് വേണ്ട, ടി വൈ അങ്ങോട്ട് എൽ വൈ ഇട്ട് കൊടുക്കുക, എൽ വൈ കട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വേർഡാണ് മാൻഡേറ്ററി. ലാസ്റ്റ് ആണ് ഇതിൽ. മാൻഡേറ്ററി മീൻസ് ഒബ്ലിഗേറ്ററി അല്ലെ, നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ഇറ്റ് ഇസ് മസ്റ്റ്, കമ്പൽസറി ഓർ ബൈൻഡിങ്, റിക്വയർഡ് എന്നൊക്കെ അർത്ഥമുണ്ട് അല്ലേ, ആവശ്യമുള്ളത്, റിക്വയർഡ്. മാൻഡേറ്ററി എന്ന് പറയില്ലേ, നമ്മുടെ ചില ബോക്സ് ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ നമ്മളോട് പറയില്ലേ ഇറ്റ്സ് മാൻഡേറ്ററി ആയിട്ടുള്ള സ്റ്റാർ മാർക്ക് ഇട്ട് കൊടുക്കില്ലേ, ദാറ്റ് ഇസ് റിക്വയർഡ്. ബൈൻഡിങ് നിർബന്ധമായിട്ട് വേണ്ടത്, കമ്പൽസറി, ഒബ്ലിഗേറ്ററി. അടുത്ത വാക്ക് സ്പ്രീ. സ്പ്രീ മീൻസ് ബിങ്, ബിങ് അല്ല, ഇതിന്റെ എന്താ, ബിഞ്ച്. ബാഷ്, അടുത്ത ബാഷ്. സെലിബ്രേഷൻ, സ്പ്ലർജ്. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ അധികമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യില്ല, ഭയങ്കര സെലിബ്രേറ്റ് എന്താണ്, മതോന്മത്തരാകുക എന്നോ എന്താ പറയുക, അതിന് പറയാ പൊളിച്ചടുക്കുക എന്നൊക്കെ ഒരു അർത്ഥമില്ല, ആ അർത്ഥമാണ് സ്പ്രീ എന്ന് പറയുന്നത്. സ്പ്രീ മീൻസ് കുറച്ചുകൂടെ ലെവൽ കൂടിയ സെലിബ്രേഷൻ ആണ്. ബാഷ്, ബിഞ്ച്, സ്പ്ലേർജ് എന്നൊക്കെ അർത്ഥമുണ്ട് സ്പ്രിംഗ്. ഓക്കെ, അതിൽ കംപ്ലീറ്റ് ഡ്രിങ്കിങ്, ഈറ്റിംഗ് അങ്ങനെയുള്ള മൊത്തം ഇത് വരും, അതിൽ എല്ലാം കൂടെ കൂടി ഒരു ആഘോഷം, അതിനെയാണ് പറയുന്നത് കേട്ടോ. ദാറ്റ് വാസ് എ ഡെഫ്റ്റ് വർക്ക്. ഗ്രേറ്റ്. Hamilton was fortuitous enough to escape from the recent car accident. Okay, a missive for job from government is my dream. All right. Yeah, okay. The fortuitous economic conditions created unrest among the employees, which debilitated the company, but the same was deftly handled by the manager. Great. Cracking an examination not only depends hard work ആണോ? അല്ല. Cracking an examination not only depends on hard work but also ഒരു പ്രശ്നമുണ്ട് അതിൽ. എന്നാന്ന് വെച്ചാൽ ഡിപ്പെൻസിന് ശേഷം എപ്പോഴും ഓൺ വേണം. അപ്പോൾ ഇവിടെ നോട്ടലി ബട്ട് ഓൾസോൻ്റെ ഇത് ശരിയായി വരില്ല കേട്ടോ. എന്ത് വരില്ല? നോട്ടലി ബട്ട് ഓൾസോ ഉപയോഗിക്കും, പാരലസും കീപ്പ് ചെയ്യണം ഒരു കാര്യം. ഡിപ്പെൻസിന് കൂടി ശേഷം ഓൺ വരണം നിർബന്ധമാണ്. അപ്പോൾ അതൊന്ന് കറക്റ്റാക്കി എഴുതണേ. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരത്തില്ലെങ്കിൽ റൈറ്റ് കേട്ടോ. ഹിസ് പെയിൻറ്റിങ്സ് ആർ ഓൾവേസ് ഡെഫ്റ്റ്ലി ഡൺ. ഇങ്ങനെ കൊടുത്താൽ മതി. ശ്രുതി, ഹിസ് പെയിൻറ്റിങ്സ് ആർ ഡൺ, ഓൾവേസ് ഡൺ, ആർ ഓൾവേസ്. ഓക്കെ, yeah, his paintings are always done deftly. Deftly appra kondu Statue of Unity is a deftly made sculpture of Sardar Vallabhbhai Patel. Statue of Unity Sardar Vallabhbhai Patel തമ്മിൽ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. Statue of Unity Sardar Vallabhbhai Patelന്റെ സ്റ്റാച്ചു ആണോ? I doubt. ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ അതിൽ സെന്റൻസ് അല്ല, മീനിങ്, അതിൻ്റെ കോണ്ടെക്സ്റ്റുവൽ മീനിങ്ങിനാണ് പ്രോബ്ലം. ദ സ്റ്റുഡൻസ് പ്രസന്റഡ് ദ ഡ്രാമ ഡെഫ്റ്റ്ലി. ഓക്കെ, വെൻ ഹി ഗോട്ട് എ മിസിവ് ഫ്രം ഹിസ് ഓഫീസ് ഹി ബിക്കേം അൺട്രസ്റ്റ്. ഓക്കെ, ദ ഡെഫ്റ്റ്ലി സെന്റൻസസ് ഫോംഡ് by our students, deaf sentences. The deaf sentences formed by our students never fails to excite me, never fails to excite me. 2+ V1 പറ്റുള്ളൂ സച്ചിൻ. 2+ കഴിഞ്ഞിട്ട് V5 കൊടുക്കരുത്. എക്സൈറ്റ്സ് എസ് ഇട്ട് കൊടുക്കുന്നത് V5 ആണ്. V1 never fails to excite me മതി കേട്ടോ. You must have taken a proper action if you had deftly learned. Okay, if you had learned deftly. കേട്ടോ ചേരത്തെ, കറക്റ്റ് ആണ്, സെന്റൻസ് കറക്റ്റ് ആണ്. ഡെഫ്ലിന്റെ പ്രോപ്പർ സ്പേസ് ലേൺഡിന് ശേഷം കൊടുക്കുക കേട്ടോ. She's a fortuitous girl. Okay, after export sanctions by India, China debilitated by India. Okay, all right. After export sanctions by India, China debilitated its stand in global forums. Okay, it is mandatory to wear masks. Okay, it's mandatory. അവിടെ it is apostrophe കൊടുക്കണം നീതു. It is apostrophe s mandatory to link Aadhaar with bank account. Every candidate should mandatory follow. Okay, അങ്ങനെയല്ല. Every candidate should follow the instructions. എന്ന് കൊടുക്കുമ്പോൾ പിന്നെ മാൻഡേറ്റഡ് ആവശ്യമില്ല. അല്ലെങ്കിൽ കൊടുക്കണം ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു ഫോളോ ഇൻസ്ട്രക്ഷൻസ്, അങ്ങനെ കൊടുക്കാം. മാൻഡേറ്ററി അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ പിന്നെ ഷുഡ് കഴിഞ്ഞിട്ട് മാൻഡേറ്ററി അല്ല വരേണ്ടത്, ഷുഡ് കഴിഞ്ഞിട്ട് V1 ആണ് വരെ. ഷുഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ്.
എന്ന് കൊടുക്കുക. ഐ ടുക്ക് എ അല്ലെങ്കിൽ മാൻഡേറ്ററിലി എന്ന് കൊടുക്കണം. അല്ലെങ്കിൽ ഇറ്റ് ഇസ് മാൻഡേറ്റ് എന്നുള്ള നിർബന്ധമാണെന്നുള്ള അർത്ഥമുണ്ട്. ഐ ടുക്ക് എ ഡെഫ്റ്റ് ഡിസിഷൻ. ഡിസിഷൻ്റെ സ്പെല്ലിംഗ് ഇതല്ലല്ലോ. ഡിസിഷൻ തീരുമാനം, DECISION ഡിസിഷൻ എന്ന് പറയാം. ബ്രില്യൻറ്റ് ഡിസിഷൻ എന്ന് പറയാം, ഒരു പ്രശ്നമില്ല. ഹി വാസ് fortuitous to win the competition. The bureaucracy executed the project roughly. Okay. Wearing mask is mandatory in present pandemic situation. Yes. Please work deftly to achieve your goals. Yes. It is mandatory to bring the Aadhaar card as a proof during examination. Yeah. The resort organized a spree on New Year's Eve. Okay. She was fortuitous to handle the situation deftly despite the shame she faced. Okay. Students were in binge state on the Christmas Day celebration. Okay. Yeah. അടുത്ത സെൻറ്റൻസ് നോക്കിയേ, പ്രൊപ്രൈറ്റി. അടുത്ത സെൻറ്റൻസ് പ്രൊപ്രൈറ്റി. പ്രൊപ്രൈറ്റിയുടെ മീനിങ് എന്താണ്? ഡെക്കോറം, റെസ്പെക്റ്റബിലിറ്റി ഓർ ഡീസൻസി. ഒരു സെക്കൻഡ് എൻ്റെ ചാർജ് ഒന്ന് ചെയ്തോളൂ. ഓക്കെ, ബാക്ക് ടു അവർ ക്ലാസ്. ചാർജ് തീർന്നായിരുന്നേ, ഞാൻ സ്വിച്ച് ഇടാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഓക്കെ, സ്റ്റുഡൻസ് വർ ഇൻ ബിഞ്ച് സ്റ്റേറ്റ് ഓൺ ദി ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ. ഓക്കെ, ബിഞ്ച് സ്റ്റേറ്റ് എന്ന് പറയേണ്ട കാര്യമില്ല, ബിഞ്ച് എന്ന് പറഞ്ഞാലും മതി. ബട്ട് ബിഞ്ച് സ്റ്റേറ്റും തെറ്റൊന്നുമില്ല കേട്ടോ. ഓക്കെ, അടുത്തത് നീരജ് ചോപ്രാസ് വിക്ടറി ബോട്ട് എ സ്പ്രീ ടു ഇന്ത്യൻ ടീം. ഓക്കെ, സെലിബ്രേഷൻ എന്നുള്ളതാണോ? അവിടെ നമ്മൾ ശരിക്കും സ്പ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി നെഗറ്റീവ് സ്റ്റേജിൽ പോസിറ്റീവ് സെൻസിൽ പറയില്ല സ്പ്രീ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഓർക്കുക, അവിടെ ആ യൂസേജ് സ്പ്രീ എന്നുള്ളത് വേണ്ട, സെലിബ്രേഷൻ എന്ന് തന്നെ കൊടുത്താൽ മതി കേട്ടോ. നെഗറ്റീവ് പറയാം, അതൊന്ന് ഓർത്ത് വെച്ചോ. കാര്യം വേറൊന്നുമല്ല, നമ്മൾ സ്പ്രീ എന്ന് പറയുന്നത് കുറച്ചൊരു നെഗറ്റീവ് മീനിങ് ആണ് അതിന് വരിക, വേറൊന്നും കൊണ്ടല്ല. സ്പ്രീ എന്ന് പറയുമ്പോൾ എക്സസീവ് ഡ്രിങ്കിങ് ആൻഡ് ഈറ്റിംഗ് എന്നുള്ള രീതിയിലാണ് വരിക. അതായത് കുടിച്ച് കൂത്താടുക എന്നൊക്കെ പറയില്ല, കുടിച്ച് കൂത്താടുക എന്ന് പറയുന്നത് നമ്മൾ ആ സാധനമാണ് ഈ സ്പ്രീ എന്ന് പറയുന്നത്. സ്പ്രീന് പല മീനിങ് ഉണ്ട്, അതിൽ എവറിത്തിങ് ഈസ് ഇൻവോൾവ്, എല്ലാ തരത്തിലുള്ള തല്ലുകൊള്ളിത്തരവും കൂടെ ഇൻവോൾവ് ചെയ്ത ഒരു സാധനമാണ് സ്പ്രീ. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇറ്റ്സ് ക്ലിയർ ടു യു. ഓക്കെ, അടുത്തിട്ട് പഠിക്കാം. നീരജ് ചോപ്ര പറഞ്ഞു, ഇറ്റ്സ് മാൻഡേറ്ററി ദാറ്റ് യു ഷുഡ് ഫോളോ ദിസ് ലോ. ഓക്കെ, New Year's spree was kept on hold owing to rising COVID cases. ഇവിടെ correct Rajeshwari. Great. It is not mandatory to wear uniforms in schools during this time. Yeah. Okay. Statue of Unity. Okay. If you register a case, manslai Shudi. Against the state, your mandatory presence is required. Okay. Your mandatory presence, അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, നിർബന്ധമായി your compulsory presence. പറയാം, കുഴപ്പമില്ല, ഇറ്റ്സ് റിക്വയർഡ്. യുവർ പ്രസൻസ് ഈസ് റിക്വയർഡ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ പിന്നെ ആ റിക്വയർഡും മാൻഡേറ്ററി ഒരുമിച്ച് എഴുതുമ്പോൾ പ്രശ്നമുണ്ട് ചരിത്രം, അതാ പ്രോബ്ലം. ഞാൻ പറയാം, ഇഫ് യു രജിസ്റ്റർ എ കേസ് അഗേൻസ്റ്റ് എ സ്റ്റേറ്റ്, യുവർ പ്രസൻസ് ഈസ് മാൻഡേറ്ററി, അല്ലെങ്കിൽ കൊടുക്കുക യുവർ പ്രസൻസ് ഈസ് റിക്വയർഡ്. റിക്വയർഡും മാൻഡേറ്ററി ഒരുമിച്ച് വേണ്ട, രണ്ടും ഒരേ മീനിങ്ങാണ്. അപ്പോൾ ഒന്നെങ്കിൽ യുവർ പ്രസൻസ് ഇസ് മാൻഡേറ്ററി അല്ലെങ്കിൽ യുവർ പ്രസൻസ് റിക്വയർഡ്, അങ്ങനെയുള്ള യൂസേജ് ഒന്ന് കറക്റ്റ് ആക്കണേ. ടേണിംഗ് എ ഡെഫ് ഇയർ ടു ദ അൺറെസ്റ്റ് അഗേൻസ്റ്റ് നാഗാലാൻഡ്, ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് clinged to its decision to extend AFSPA to another 6 months. Yes. The police officer deftly probed the case and probed അല്ലെങ്കിൽ probed കൊടുക്കുക and revealed. Probed ആണ് വേണ്ട, probe എന്നുള്ള verb അല്ലേ, അപ്പോൾ probed കൊടുക്കുക. അവിടെ past tense വേണ്ടേ, കാരണം revealed വന്നില്ലേ, സോണൽ revealed the truth behind the crime. So probed കൊടുക്കുക. With the rise of Omicron cases, New Year's spree took a back seat in several cities. Yeah. Riders should wear the helmet. Riders should wear the helmet is അങ്ങനെയല്ല, riders should wear the helmet is mandatory എന്ന് പറയില്ല. Riders wearing the helmet is mandatory. Riders wearing the helmet is mandatory. അങ്ങനെ കൊടുത്താൽ മതി. ജെറിക്സ്, during the COVID situation it's obligatory to wear mask. Okay. Statue of Unity. Okay. അതെ സിജി, അതെ എനിക്കൊരു ഇത് വന്നതാണ്, ഞാനത് പറഞ്ഞൊരു കൺഫ്യൂഷൻ എനിക്ക് വന്നതാണ്, ഞാനത് മാറ്റി. സ്റ്റാച്യു ഓഫ് ഇത് അശ്വതി പറഞ്ഞപ്പോൾ കറക്റ്റായി. യെസ്, അത് കറക്റ്റായിരുന്നു. ഇറ്റ്സ് മാൻഡേറ്ററി ടു, എനിക്കൊരു കൺഫ്യൂഷൻ വന്നതാണ്, ഐ എം സോ സോറി ഫോർ ദാറ്റ്. ഇറ്റ്സ് മാൻഡേറ്ററി ടു സ്കോർ 8 CGPA ഇൻ ഓർഡർ ടു, രണ്ട് ഇൻ ഓർഡർ വന്നല്ലോ, ഒരു ഇൻ ഓർഡർ വന്നിട്ടോ ഐശ്വര്യ, ഇൻ ഓർഡർ ടു അറ്റൻഡ് ക്യാമ്പസ് പ്ലേസ്മെന്റ്സ്. ഓക്കെ. Our fortune is that it has rained just after we reach home. Okay. The hangover of New Year's spree still persists in our minds. Yeah.
Your code of conduct is mandatory for your higher studies. Yes. Curfew help to avoid sprees in New Year Eve. Okay. Government mandatory stopped alla ട്ടോ Neetu. Government stopped to spree. Government mandatorily stopped to spree during lockdown എന്ന് കൊടുക്കാം. Government mandatorily stopped to spree വേണ്ട, spree എന്ന് കൊടുത്താൽ മതി. ഗവൺമെന്റ് മാൻഡേറ്ററി സ്റ്റോപ്പ് സ്പ്രീ സെലിബ്രേഷൻ സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള സ്റ്റോപ്പ് ചെയ്തു എന്ന് കൊടുത്താൽ മതി. ഇറ്റ്സ് മാൻഡേറ്ററി ടു കീപ് ദ പ്രൊപ്രൈറ്റി ആൻഡ് കോണ്ടക്ട് ഡ്യൂറിംഗ് ദ ന്യൂ ഇയർ സ്പ്രീ. ഓക്കെ. ഇറ്റ്സ് മാൻഡേറ്ററി ഫോർ എവറി വൺ ടു ഒബേ ദ റൂൾസ്. ഓക്കെ. ഹൈക്കോർട്ട് against carrying heavy goods on workers' head. This is missive to government to act here against dehumanizing activities recently seen. High Court is against carrying heavy goods on workers' head. Which is a missive to government to act against dehumanizing activities seen recently. Adonu correct akane Soumya. The spree after annual exams is a nostalgic memory. Okay. Candidates must maintain the propriety of the institution. Students keep decorum in a class. Okay. All right. Okay, adu kollam. Ram has definitely completed his painting. The daily Hindu article analysis is conducive for HCA preparations, and we should make use of it definitely. Conducive for alla, conducive to. Youngsters can spree on everything addictive if not careful. Okay. Submission of OBC certificate to apply Ishram scheme is not mandatory. Okay. It's mandatory to take RT-PCR test before traveling abroad. Yes. It is mandatory to fill the necessary details when you apply for a post. Delhi government called off New Year's spree due to the surge of Omicron variant of coronavirus. Yes. The New Year's spree adversely affected the propriety of the institution. Spree at beaches on the New Year Eve became a headache to the police. The India-US bilateral ties is broad-based and multi-sectoral, covering trade and investment, defense and security, education, S&T, etc., which came to be fortuitous for India's development. Yes. Delhi government banned New Year's spree. Okay. The spree of election rallies and roadshows may scale up the COVID cases. Okay. Yeah. Malu, നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചെയ്യാത്ത എന്താ വെച്ചാൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സാറ്റർഡേ ആൻഡ് സൺഡേ ആണ്. നമ്മൾ മൺഡേ ടു ഫ്രൈഡേ ആണ് എഡിറ്റോറിയൽ ഉള്ളത് കേട്ടോ. മൺഡേ ടു ഫ്രൈഡേ മാത്രമേ എഡിറ്റോറിയൽ സെഷൻസ് ഉള്ളൂ. അതൊന്ന് ഓർത്ത് വെച്ചോണേ, മറന്നുകൊണ്ട. മൺഡേ ടു ഫ്രൈഡേ നമുക്ക് ക്ലാസ്സുകളുള്ളൂ. ഓക്കെ. അടുത്തത് പ്രൊപ്രൈറ്റി പറഞ്ഞല്ലോ, ഡിക്കോറം, റെസ്പെക്റ്റബിലിറ്റി, ഡീസൻസി. ഒരു ഡെക്കോറം, ഒരു ഓർഡർ. കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ടക്ട് ചെയ്യാന്ന് നമ്മൾ പറയാറുണ്ട്. സോറി, വേർബ് ഒന്നും കൂടെ ഉള്ള ഞാൻ എഴുതാൻ മറന്നുപോയി. നൗൺ ആയിട്ടും വേർബായിട്ടും നമ്മൾ ഉപയോഗിക്കും. നൗൺ ആയിട്ട് ഉപയോഗിക്കും ഇറ്റ്സ് കോണ്ടക്ട് എന്നാ പറയാം. വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ കണ്ടക്ട് എന്നാ പറയാം. കോണ്ടക്ട് എന്ന് പറഞ്ഞാൽ ബിഹേവിയർ. കോണ്ടക്ട് എന്ന് ഉപയോഗിക്കുമ്പോൾ ഇറ്റ്സ് എൻ അൺകൗണ്ടബിൾ നൗൺ. കോണ്ടക്ട് നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അൺകൗണ്ടബിൾ ആണ്. വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഡയറക്റ്റ് ചെയ്യുക, റൺ ചെയ്യുക, മാനേജ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഓക്കെ. കണ്ടക്ട് ചെയ്യുക, ഒരു കാര്യം കണ്ടക്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, മാനേജ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, റൺ ചെയ്യുക എന്നൊക്കെ കണ്ടക്ട് എന്നുള്ള അർത്ഥം. ഓക്കെ. അന്ന് വേർബായിട്ട് കോണ്ടക്ട് എന്ന് പറയുമ്പോൾ ബിഹേവിയർ, മാനേജ്മെന്റ് എന്നൊക്കെ പറയും. ഫോർ ദ ഗുഡ് കണ്ടക്ട് ഓഫ് ദി ആനുവൽ ഡേ ഫംഗ്ഷൻ, സംതിങ് ലൈക്ക് ദാറ്റ്. അടുത്ത കൺഡ്യൂസീവ് അഡ്ജക്റ്റീവ് ആണ്. ഫേവറബിൾ, ബെനഫിഷ്യൽ, അഡ്വാൻറ്റേജസ് എന്നർത്ഥം. ഓക്കെ. ഗുണകരമായ എന്നുള്ള അർത്ഥമാണ്, അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. You should wear proprietary dress for appearing an interview. Okay. You should, അവിടെ പ്രൊപ്രൈറ്റി ഡ്രസ് എന്ന് പറയില്ല നമ്മൾ. ഓക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, യു ഷുഡ് ഡ്രസ് പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ പോരെ. ഇത് വേണ്ട. ഡെക്കോറം എന്ന് പറയുന്നത് ഡീസെന്റ് ഡ്രസ് എന്നാണെങ്കിൽ ഇവിടെ വരില്ല. ഡീസെന്റ് ഡ്രസ്സിൽ ഡീസൻസി എന്നാണ്. പ്രൊപ്രൈറ്റി ഇസ് എ നൗൺ. അവിടെ ആ യൂസേജ് തെറ്റാണ് കേട്ടോ സഫിയ. The latest judgments is neither conducive to any parties nor to any business magnets. Great. Good conduct certificate is received from school after school days. Yes. Code of conduct. Yes. The teacher instructed the students to keep the propriety of the class. Great. The New Year spree has gone wrong and one of my friends has been hospitalized. Is that so? That is so sad. ഓക്കെ. മൂവിങ് ടു ദ ആർട്ടിക്കിൾ. അപ്പോൾ ആർട്ടിക്കിളിലോട്ട് പോകാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരുപാട് സെൻറ്റൻസുകൾ, യു ആർ റിയലി ഗ്രേറ്റ്. നിങ്ങളെല്ലാവരും ഒരുപാട് സെൻറ്റൻസുകൾ, ഗ്രേറ്റ് പാർട്ടിസിപ്പേഷൻ. നമുക്ക് ആർട്ടിക്കിളിലോട്ട് പോകാം. ആർട്ടിക്കിൾ ഇന്ന് ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. നമ്മുടെ എക്കണോമിക് റിലേറ്റഡ് ഒരു ആർട്ടിക്കിൾ ആണ്. എക്കണോമിയെ പറ്റിയുള്ള ആർട്ടിക്കിളാണ്. പാച്ച് വർക്ക് പോളിസി. ഇന്നത്തെ
ദ പാച്ച് വർക്ക് പോളിസി എന്നുള്ളതാണ് ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈവിലുള്ളവരെല്ലാവരും ഒന്ന് ഒരു ലൈക്ക് ഇട്ടേ, മനസ്സിലായെങ്കിൽ എനിക്കൊരു തംസ് അപ്പ് ഇട്ടേ, എല്ലാവരും ഒന്ന് ലൈക്ക് ഇടുക. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ ഇതാണ്, പാച്ച് വർക്ക് പോളിസി. നമുക്ക് നോക്കാം വേഗം. Maintain the property meeting. It's mandatory to make decorum inside the court. The virtual corona awareness session conducted by the government was helpful. Great. Okay, പോകാം. വേഗം പറഞ്ഞോളൂ. ഓക്കെ, തുടങ്ങാലോ നമുക്ക്. ഓക്കെ, പാച്ച് വർക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാലോ എല്ലാവർക്കും. പാച്ച് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. അത് ഞാൻ എടുത്തു വെക്കാത്തതാണ്. കാര്യം നമ്മൾ പറയില്ല വീടിൻ്റെ പാച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എൻ്റെ ബൈക്കിനൊരു പാച്ച് വർക്ക് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ. പാച്ച് വർക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു മെയിൻ്റനൻസ് എന്നുള്ള അർത്ഥമാണ് പറയുന്നത്. അപ്പോൾ പാച്ച് വർക്ക് പോളിസി എന്ന് പറയുമ്പോൾ ഒന്നൊന്ന് സെറ്റപ്പ് ചെയ്യാനുള്ള പോളിസിയാണ് കേട്ടോ. ടെമ്പററി റോൾ ബാക്ക്, നമ്മൾ പറഞ്ഞു റോൾ ബാക്ക് എന്ന് പറയുന്നത് ഫിനാൻസ് റിലേറ്റഡ് ആണെങ്കിൽ റോൾ ബാക്ക് എന്നതിൻ്റെ മീനിങ് ഇത്രേ ഉള്ളൂ. റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ. ഓക്കെ, റോൾ ബാക്ക് എന്നതിൻ്റെ മീനിങ് എന്താണ്? റിഡക്ഷൻ. നോക്കാം. ഓക്കെ, സ്പ്രിംഗ് ഇസ് കൺഡ്യൂസീവ് സെഷൻ ഫോർ പിക്നിക്സ്. ഓക്കെ, ഗ്രേറ്റ്. അല്ല കേട്ടോ, കൺഡ്യൂസീവ് സെഷൻ 4 അല്ല, കൺഡ്യൂസീവ് സീസൺ 2 പിക്നിക്സ് ആണ് കേട്ടോ. കൺഡ്യൂസീവ് 2. ഓക്കെ, the prisoners has conducted a crime as per their conspiracy. Okay, conducted me to complete the project. He conducted me, he organized me, he managed me. Okay, all right, fine. നോക്കാം, പാച്ച് വർക്ക് പോളിസി നോക്കാം എന്താണ്. The temporary rollback of tax hikes on textiles is a harbinger of challenges before GST regime. നോക്കാം, അപ്പോൾ ടെമ്പററി ആയിട്ടുള്ള ഒരു റിഡക്ഷൻ ഓഫ് ടാക്സ് ഹൈക്സ് ഉണ്ട് ഏതിലാ? ടെക്സ്റ്റൈൽസിൻ്റെ മേലിൽ. അതൊരു ഹാർബിഞ്ചറാണ്. ഇറ്റ്സ് എ മെസ്സേജ്, ഇറ്റ്സ് എ ഫോർ റണ്ണർ. അതൊരു നമുക്കൊരു മെസ്സേജാണ്, ഇതൊരു സൈനാണ്, ഇൻഡിക്കേറ്റർ ആണ് ഓഫ് ചലഞ്ചസ് ബിഫോർ GST റെഷ്യൂം. അപ്പോൾ GST റെഷ്യൂമിൻ്റെ, GST റൂളിൻ്റെ അല്ല GST റെഷ്യൂമിൻ്റെ മുതൽ അതോറിറ്റിയുടെ ഭാഗത്തിൽ അതൊരു ചലഞ്ച് തന്നെയായിട്ടാണ് നിൽക്കുന്നത്. നോക്കാം എന്താണ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ലെറ്റ്സ് സീ. On New Year's Eve, 9 hours before a new GST rate of 12% was to kick in for ready-made garments and fabrics, Finance Minister Nirmala Sitharaman announced that the plan is of the existing 5% rate will continue into 2022 or at least for its first quarter. The decision was made at an emergency meeting of the GST Council, which had approved the higher tax on textiles as its last meeting in September 2021 to correct the anomaly of an inverted duty structure. While the GST rate, നോക്കാം, അപ്പോൾ ന്യൂ ഇയർ ഈവിൻ്റെ സമയത്ത്, അതായത് ന്യൂ ഇയറിൻ്റെ ആ ഈവില് 9 hours before a new GST rate of 12%, ഒരു 12% ഇത് സ്റ്റാർട്ടിലോട്ട് വരുന്നതിന് തൊട്ട് മുൻപ് റെഡിമെയ്ഡ് ഇൻഡസ്ട്രിയുടെ, എസ്പെഷ്യലി റെഡിമെയ്ഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലാണ് ഈ പറഞ്ഞ GST റേറ്റ് കൂട്ടിയത്. ഓഫ് 12% വന്നിരുന്നു, സ്റ്റാർട്ട് ചെയ്ത് പ്രാബല്യത്തിൽ വരിക ചെയ്തിരുന്നു. അപ്പോൾ ഗാർമെന്റ്സിൽ, ഫാബ്രിക്സിലൊക്കെ. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അനൗൺസ് ചെയ്തിട്ട് പറഞ്ഞു, പ്ലാൻ ഇസ് ഓഫ്. പ്ലാൻ തൽക്കാലത്തേക്ക് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ആൻഡ് എക്സിസ്റ്റിംഗ് റേറ്റ് ആയ 12% ഇപ്പോൾ തൽക്കാലത്തേക്ക് കണ്ടിന്യൂ ചെയ്തോട്ടെ 2022. അല്ലെങ്കിൽ ചിലപ്പോൾ 2022 വരെ കണ്ടിന്യൂ ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടർ വരെ, ഏകദേശം ഒരു ഫസ്റ്റ് ക്വാർട്ടർ വരെയെങ്കിലും, അതായത് 3 months വരെ അല്ലെങ്കിൽ ഒരു 6 months വരെ എന്തായാലും ഈ പഴയ റേറ്റ് ആയ GST റേറ്റ് ആയ 5% തന്നെ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. വീണ്ടും 9 hours മീറ്റിങ്ങിന് ശേഷം നിർമ്മല സീതാരാമൻ 12% ആക്കിയ GST റേറ്റ് വീണ്ടും കുറച്ചിട്ട് പറഞ്ഞു, അതിപ്പോൾ തൽക്കാലത്തേക്ക് പ്രാബല്യത്തിൽ വരുന്നില്ല, 5% തന്നെ പൊക്കോട്ടെ എന്ന് പറഞ്ഞു, ഫസ്റ്റ് ക്വാർട്ടർ വരെ എന്തായാലും. കാര്യം ഒരു പെട്ടെന്ന് എമർജൻസി മീറ്റിംഗിലാണ് ഈ പറയുന്ന കൗൺസിൽ തീരുമാനിച്ചത്. GST കൗൺസിൽ ഇത് പെട്ടെന്നാണ് തീരുമാനിച്ചത്, 12% ആക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിൻ്റെ പ്രശ്നം വന്നപ്പോൾ പെട്ടെന്ന് 5% വീണ്ടും തിരിച്ചു. കാര്യം എന്താ വെച്ചാൽ അത് വിച്ച് അപ്രൂവ് ചെയ്തെന്നുകൊണ്ടാണ് വളരെ ഹയർ ടാക്സ് ടെക്സ്റ്റൈൽസിലോട്ട് കൊടുക്കുന്നു. ലാസ്റ്റ് മീറ്റിംഗിൽ സെപ്റ്റംബറിൽ നടന്ന 2021 സെപ്റ്റംബർ മീറ്റിംഗിൽ നമ്മളിത് കൂട്ടണം എന്നുള്ള രീതിയിൽ തീരുമാനമൊക്കെ വന്നായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു എമർജൻസി മീറ്റിംഗ് വരുത്തിയിട്ടാണ് പറഞ്ഞു, ന്യൂ ഇയർ ഈവിൻ്റെ സമയത്ത് ഇത് മാറ്റി കുറച്ച് അവർ പറഞ്ഞു. 9 hours മീറ്റിംഗിനുള്ളിൽ അവർ പറഞ്ഞു വേണ്ട, 5% മതിയെന്ന് പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ഈ 5% 12% ആക്കാനുള്ള കാരണം ഉണ്ടായിരുന്നു, ടു കറക്റ്റ് ദ അനോമലി. ഒരു പ്രശ്നമുണ്ട്, ദർ ഇസ് an irregularity of an inverted duty structure. ഈ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ, ടാക്സ് സ്ട്രക്ചറിൽ ഒരു ചെറിയൊരു ഓഡിറ്റി ഉണ്ട്, ചെറിയൊരു ഇറഗുലാരിറ്റി ഉണ്ട്. ആ ഇറഗുലാരിറ്റി ഒന്ന് നികത്താൻ വേണ്ടിയിട്ടാണ് 5% നിന്ന് 12% ഹൈക്ക് കൊണ്ടുവന്നത്. പക്ഷേ അത് നടന്നില്ല. എന്തുകൊണ്ടാണ് കാരണം എന്ന് നോക്കാം. While the GST rate on man-made fabric is 18%, നോക്കണേ, man-made fabricലെ GST is 80% and yarn made from the same is taxed at 12%, the rate on the final fabric was 5%, ostensibly creating a headache for textile producers, which the council had sought to alleviate.
The move to raise that rate to 12% along with that on footwear costing less than 1,000 a pair had been on council's agenda for over a year but had been kept on hold due to the COVID-19 pandemic's adverse effects on households. Explaining the rethink to halt off the rate hikes that were to become effective January 1st, the finance minister indicated that the original decision was arrived at after several parayana. ഇതിന്റെ കാര്യം എന്താ വെച്ചാൽ ഇതിലോട്ട് ഈ 12% ഹൈക്ക് കൊണ്ടുവരാനുള്ള കാര്യത്തിലുള്ളൂ മാൻമെയ്ഡ് ഫാബ്രിക്കിന്റെ റേറ്റ് എന്ന് പറയുന്നത്. മാൻമെയ്ഡ് ഫാബ്രിക്കിന്റെ റേറ്റിൽ GST വന്നിരിക്കുന്നത് ചേർത്തിരിക്കുന്നത് GST 18% GST ഉണ്ട്. യാണോ വെറും ആ നൂലിന് മാത്രം ആ യാണിന് മാത്രം എത്രയാണ് 12% ഡിസ്കൗണ്ട് അല്ല ടാക്സ് ലേവി ചെയ്യാറുണ്ട്. പക്ഷെ ഫൈനൽ ഫാബ്രിക് വരുമ്പോൾ അതിന് അതായത് ഫൈനൽ പ്രൊഡക്റ്റിൽ അതായത് നമ്മുടെ വലിയ കുത്തക കമ്പനികൾക്ക് വലിയ എളുപ്പമാണ്, അവർക്ക് ഒരു 5% കൊടുത്താൽ മതി. അപ്പോൾ ഈ പറയുന്ന ഹെഡേക്കാണ് ടെക്സ്റ്റൈൽ പ്രൊഡ്യൂസേഴ്സിന്. ഇത് വളരെ അത് എവിഡൻ്റ്ലി ഒരു വലിയ വന്നു. അപ്പോൾ കൗൺസിൽ പറഞ്ഞു ഓക്കെ നമുക്കതൊന്ന് അവരുടെ പ്രശ്നമൊന്ന് നികത്തി കൂടാ, ഹെഡേക്ക് ഒന്ന് അലിവേറ്റ് ചെയ്യാം, ലെറ്റ്സ് റെഡ്യൂസ് ദിയർ ഹെഡേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 12% കൂട്ടിയത്. കാര്യം എന്താ വെച്ചാൽ ഒരു 1000 രൂപയ്ക്ക് താഴെ വരുന്ന ഫുഡ്വെയറിൻ്റെ ഇതെടുത്തു ഒരു പെയർ ഫുഡ്വെയറിന് 1000 താഴെ ഉള്ളതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ഉള്ള പൈസ നമുക്ക് 12% ആക്കാം എന്ന രീതിയിലോട്ട് വന്നായിരുന്നു. കാര്യം ഇങ്ങനെ വരാനുള്ള കാരണം ഇത്രേ ഉള്ളൂ. കൗൺസിൽ ഇത് കുറേ നാളായിട്ട് ചർച്ച ചെയ്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്നാണിത്, ഒരുപാട് നാളായി. പക്ഷേ കോവിഡ് പാൻഡമിക് ആയിട്ട് ഹൗസ് ഹോൾഡ് ഒരുപാട് ബാധിക്കപ്പെട്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ പറയുന്നതിലോട്ട് മാറ്റിവെച്ചത്. എന്നിട്ട് ഇപ്പോൾ എന്നാൽ ഈ കാര്യം എല്ലാം ഇരുന്ന സമയത്ത് ഒന്ന് റീതിങ്ക് ചെയ്യാം, ഒന്ന് ഹോൾഡ് ഓഫ് ചെയ്യാം, തൽക്കാലത്തേക്ക് മാറ്റിവെക്കാം, ഈ റേറ്റ് ഒന്ന് മാറ്റിവെക്കാം. ഇത് ഇഫക്റ്റീവ് പ്രാബല്യത്തിൽ വരാനിരുന്നാണ് January 1st, പക്ഷേ ഒന്ന് മാറ്റിവെക്കാൻ നിർമ്മല സീതാരാമൻ പറഞ്ഞു. കാര്യം എന്താ വെച്ചാൽ ഒറിജിനൽ ഡിസിഷൻ അറൈവ് ചെയ്ത് ഒറിജിനൽ ഡിസിഷനിലോട്ട് നമ്മൾ എത്തിയത് എപ്പോഴായിരുന്നു? ആഫ്റ്റർ സെവറൽ മീറ്റിംഗ്സ് ദാറ്റ് എക്സ്പ്ലോർഡ് അമംഗ് അതർ തിങ്സ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡിസിഷൻസ്, ഒരുപാട് ഡിസ്കഷൻസിന് ശേഷമാണ് ദേ കെയിം ടു ദിസ് ഡിസിഷൻ. ദ ലൈക്ലി ഇമ്പാക്ട് ഓൺ കസ്റ്റമേഴ്സ്, അത് കസ്റ്റമേഴ്സിന്റെ ഇതിലോട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ള അവരിലാണ് ഇമ്പാക്ട് ചെയ്യപ്പെടുന്നത്. യെറ്റ് a letter from the Gujarat finance minister she had received on December 29 along with representation from industry prompted a review. അപ്പോൾ ഈ പാരഗ്രാഫിൽ ഇവിടെ റിവ്യൂ ഇതുവരെ ഒരു പാരഗ്രാഫാണ്. ഈ പാരഗ്രാഫിൽ പറയുന്നത് വെച്ചാൽ ഇതിന് കാരണമായത് എപ്പോഴാണ്, ഇത് മാറ്റാൻ തീരുമാനിച്ച എപ്പോഴാണ്, ഇത് ഒരു ഇമ്പാക്ട് കൊണ്ടുവരും, ക്രിയേറ്റ് ലൈക്ലി ഇമ്പാക്ട് ഓൺ കസ്റ്റമേഴ്സ് ഉറപ്പായിട്ടും. അപ്പം ഇങ്ങനെ സമയത്ത് കൂട്ടുന്ന സമയത്താണ് ഗുജറാത്ത് ഫിനാൻസ് മിനിസ്റ്ററിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടിയത് December 29. അപ്പോൾ അത് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഗുജറാത്ത് ഫിനാൻസ് മിനിസ്റ്റർ ഒരു ലെറ്റർ അയച്ചു. അത് അത് ഒരു റിവ്യൂക്ക് കാരണമാക്കി, അതൊന്ന് പ്രോംപ്റ്റ് ചെയ്തു. ദാറ്റ് കോസ്റ്റ് റിവ്യൂ. അങ്ങനെയാണ് 12% റിവ്യൂ ചെയ്യപ്പെട്ട് 5% തന്നെ ഇപ്പം തൽക്കാലത്തേക്ക് നിൽക്കുന്നത്. കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. മൂവിംഗ് ടു നെക്സ്റ്റ് പാരഗ്രാഫ്. Although the rate hike was aimed at helping producers get easier credit for taxes paid on inputs, that is not how it was seen by several players in an industry that has historically been one of India's largest employment creators and contributes around 2% to the overall economy. Last month, many laths in the textile industry were left idly for a day in. അപ്പോൾ ഇത് ശരിക്കും കൊണ്ടുവന്നത് ഒരു നല്ലൊരു ഔട്ട്കം പ്രതീക്ഷിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഈ ഹൈക്ക് കൂട്ടിയത് കാര്യം. കാരണം പ്രൊഡ്യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, സാധാരണക്കാരായ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവർക്കൊരു ക്രെഡിറ്റ് കൊടുക്കുക, അവരുടെ ഇൻപുട്ടിന് കിട്ടുന്ന ഒരു ടാക്സ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് കൂട്ടിയത്. പക്ഷേ ഇത് ചില പ്ലെയേഴ്സ്, ചില കളിക്കാർ ഇതിനെ വേറെ രീതിയിലാണ് കാണുന്നത്, നെഗറ്റീവ് ഇമ്പാക്റ്റിലാണ് കാണുന്നത്. കാര്യം എന്താ വെച്ചാൽ ലാർജസ്റ്റ് എംപ്ലോയ്മെന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർ, ഒരുപാട് കുത്തക കമ്പനികളുണ്ടല്ലോ ഈ എംപ്ലോയ്മെന്റ് കൊടുക്കുന്നവർ, അവർ ശരിക്കും ഓവറോൾ എക്കോണമിക്ക് 2% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ 2% ഇക്കോണമിയിൽ കോൺട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഇത് അവരവരുടെ നെഗറ്റീവായിട്ടാണ് ഈ ന്യൂസ് എടുത്തത്. അപ്പോൾ കഴിഞ്ഞ മാസത്തിൽ തന്നെ എടുക്കുവാണെങ്കിൽ, കഴിഞ്ഞ ഒരു മാസം നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാലോ ഇൻഡസ്ട്രിയിലെ മെഷീനാണ് ഈ ലാത്ത് എന്ന് പറയാം. ലാത്ത് എന്ത് നടക്കുമായിരുന്നു, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ ആ മെഷീന് ഉപയോഗിക്കാതെ കിടക്കുമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് യൂസ്ഡ് അറ്റ് ഓൾ. ഒരു ദിവസം മുഴുവൻ ഉപയോഗിക്കാതെ കിടക്കുക, അതായത് വെറുതെ ഉപയോഗിക്കാതെ കിടക്കുകയാണ്, അല്ല, ദേ വർ ഓൺ എ സ്ട്രൈക്ക്. അവരൊരു സ്ട്രൈക്ക് നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇൻ what may be the first ever strike that has not been triggered by industrial unrest in the sector that last witnessed debilitating strikes from labor unions in the 1980s. Those protests, along with some states' missives to the center warning of significant factory closures and job losses, had failed to move the needle and industry had resigned itself to the new rates.
Perhaps it was fortuitous that most state finance ministers who are members of the council were already expected in the capital for a consultation on the union budget for 2022-23. A ministerial group already tasked. അപ്പോൾ പറഞ്ഞു വന്നത് വെച്ചാൽ ഈ ഇതുപോലത്തെ ഒരു സ്ട്രൈക്ക് ആ ഒരു ദിവസത്തെ സ്ട്രൈക്ക് യൂണിയൻ്റെ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ട്രിഗർ ചെയ്യപ്പെട്ടു. ദാറ്റ് ഹാസ് നോട്ട് ബിൻ അതൊരു വലിയൊരു അജിറ്റേഷന് കാരണമാക്കുമായിരുന്നു ആ സെക്ടറിൽ. അത് ലാസ്റ്റായിട്ട് ഫൈനലായിട്ട് ഇതുപോലത്തെ ഒരു ഒരു അജിറ്റേഷൻ ഇൻഡസ്ട്രിയലിസ്റ്റുകളുടെ അല്ലെങ്കിൽ എന്താ പറയുക വർക്കേഴ്സ് യൂണിയൻ്റെ ഒരു സ്ട്രൈക്ക് വന്നൊരു വലിയൊരു സ്ട്രൈക്ക് ലേബർ യൂണിയൻസിൻ്റെ സ്ട്രൈക്ക് വന്നിരുന്നത് 1980s അതുപോലെ ഒരു സ്ട്രൈക്ക് ഡിബിലിറ്റൈസിങ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക്, ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വീക്കനിങ് ആയിട്ടുള്ള എൻഫീബ്ലിങ് ചെയ്യുന്ന ഒരു സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഇനി നമ്മളെ സാരമായി ബാധിക്കും, നമ്മുടെ ഇക്കോണമിയെ ഒരുപാട് ബാധിക്കും. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഈ പ്രൊട്ടസ്റ്റുകൾ ഈ കൂടാതെ ഈ പറയുന്ന സ്റ്റേറ്റിൻ്റെ മെസ്സേജുകൾ ഒക്കെ സെൻട്രലിലോട്ട് വരുമ്പോൾ അതിനെ അവർക്കൊരു വാർണിംഗ് ആയിട്ട് മനസ്സിലായി ദാറ്റ് മേ ബി ഇത് എന്തിന് കാരണമാകും, ഇനി ക്ലോസസ് ഈ ഫാക്ടറി ക്ലോഷേഴ്സിന് കാര്യമാകും, അവർ അടച്ചിടും, അപ്പോൾ ജോബ് ലോസ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് വരും, ദാറ്റ് വുഡ് ക്രിയേറ്റ് എ നോട്ടീസബിൾ ചേഞ്ച് വരുന്നതിന് ക്ലോസ് ചെയ്തോളും. ദാറ്റ് വുഡ് ഫെയിൽ ടു മൂവ് ദി നീഡിൽ. അതെന്ത് ചെയ്തു, അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, വേണ്ട ഇത് കുറയ്ക്കേണ്ട, കൂട്ടണ്ട, നമുക്കത് ഉള്ള രീതിയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ആ ഒരു ടാക്സ് ഹൈക്ക് കൂട്ടിയില്ല, അല്ലെങ്കിൽ നമ്മുടെ GST റേറ്റ് കൂട്ടിയില്ല കേട്ടോ. അതാണ് കാര്യം. അപ്പോൾ പല മിനിസ്റ്റേഴ്സിനും സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു ഫോർച്യൂസ് ഫേവറബിൾ ആയ ഒരു കാര്യമായിരുന്നു. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ കൗൺസിൽ മെമ്പേഴ്സാണ്. അവർ ഓൾറെഡി ഈ ബഡ്ജറ്റിൻ്റെ കാര്യം പറയാൻ വേണ്ടി 2022-23 വേണ്ടി എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൺസൾട്ടേഷന് വേണ്ടി എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് നോക്കാം കേട്ടോ. Okay, അടുത്ത് നോക്കാം. And a group already tasked with rationalizing inverted duty structures across products and reviewing the multiple rate slabs of the GST regime has now been assigned the additional task to suggest an appropriate structure for textile products. It has 2 more months to finalize its reports. It is unlikely that these broader corrections will take place before the coming state assembly polls conclude, and this time could be used for wider consultation with industry, consumers and states before penciling in new rates and avoiding such about turns. The course correction needs to be navigated more deftly and with greater purpose if India hopes to revive private investments. അപ്പോൾ നമുക്ക് GST കൂട്ടുക, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക എന്നൊക്കെയുള്ള ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ഇക്കോണമി ഇല്ലെങ്കിൽ റിവൈവൽ നടക്കില്ല. അതാണ് ഇവിടെ ഓദർ പറഞ്ഞു തരുന്നത്. ഓദർ നല്ലൊരു അനലിറ്റിക്കൽ രീതിയിലാണ് ഇത് കൊണ്ടുവരുന്നത് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ഗ്രൂപ്പ് മിനിസ്ട്രൽ ഗ്രൂപ്പ് ഓൾറെഡി ടാസ്ക് ചെയ്യപ്പെടും. അവരുടെ ടാസ്ക് അവർ അതിന് വേണ്ടിയിട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. വിത്ത് റാഷണലൈസിങ് ഇൻവേർട്ടഡ് ഡ്യൂട്ടിയെ റാഷണലൈസ് ചെയ്യണം, ഒരു ലോജിക്കൽ ഇതിലോട്ട് കൊണ്ടുവരണം. അക്രോസ് എല്ലാ പ്രോഡക്ട്സിനും അക്രോസ് സ്ട്രക്ചേഴ്സിലോട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നേക്കുന്നത്. മാത്രമല്ല അവർ അഡീഷണൽ ടാസ്ക് അസൈൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ടെക്സ്റ്റൈൽ പ്രോഡക്ട്സിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ അപ്രോപ്രിയേറ്റ് ഇത് കൊണ്ടുവരണം എന്നുള്ളത് തന്നെ. അതുപോലെ മാത്രമല്ല 2 മാസം കൂടി ഉണ്ട് ഈ റിപ്പോർട്ട് ഒന്ന് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു റിപ്പോർട്ട് GST ഇതിനെ കണ്ടു ഇനി 2 മാസം കൂടി ഉണ്ട്. അപ്പോൾ ഇനി വലിയ ഈ ബ്രോഡ് കറക്ഷൻ കൊണ്ടുവരും. ഈ ഒരു സ്റ്റേറ്റ് അസംബ്ലിയിൽ സ്റ്റേറ്റ് അസംബ്ലി പ്ലോൾസിന് മുമ്പ് ഒരു ബ്രോഡ് കറക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ഈ സമയം ഇനി ഒരു ഡിസിഷനിലോട്ട് വരുന്നതിന് മുമ്പ് എന്ത് വേണം, കുറച്ചുകൂടെ വൈഡറായിട്ട് കൺസൾട്ടേഷൻ വേണം. ഇൻഡസ്ട്രീസുമായിട്ടൊരു കൺസൾട്ടേഷൻ വേണം. ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക. ഇൻഡസ്ട്രി മാത്രമാണ്, കൺസ്യൂമേഴ്സ് പിന്നെ സ്റ്റേറ്റ്സും കൂടെ കൊണ്ടുവരിക. എന്നിട്ട് വേണം യു മസ്റ്റ് ഷെഡ്യൂൾ ആൻ ആക്ഷൻ. ഇങ്ങനെ ഒരു ആക്ഷനിലോട്ട് പ്രാബല്യത്തിലോട്ടൊരു സാധനം കൊണ്ടുവരുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ അബൌട്ട് ടേൺസ് ഉണ്ടാവും, കോൺസിക്വൻസസ് അല്ലേ, വിചാരിക്കുന്നതിൽ നിന്ന് പക്ഷേ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. അങ്ങനത്തെ അതിനാണ് അബൌട്ട് ടേൺസ് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോസിറ്റീവ് ആണെന്ന് വിചാരിക്കും, പക്ഷേ അതിന് നെഗറ്റീവ് ആസ്പെക്റ്റിലോട്ട് വരുന്നു. സോ ദാറ്റ് മീൻസ് ഔട്ട്കംസ് ഒരു നമ്മൾ പറയില്ലേ അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കംസ് ഇല്ലേ, അതിനാണ് അബൌട്ട് ടേൺസ് എന്ന് പറയാം, വിചാരിക്കുന്നതിൽ നിന്ന് നെഗറ്റീവായിട്ട് വരുന്നത്. സോ അപ്പോൾ ഈ കോഴ്സ് കറക്ഷൻ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്, അത് നാവിഗേറ്റ് ചെയ്യുമ്പോൾ, അത് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ, അത് പ്രാക്ടിക്കലി കൊണ്ടുവരികയാണെങ്കിൽ അസൈൻ ചെയ്യുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി ബ്രില്യൻ്റ്ലി ഡൺ. ഇറ്റ് മസ്റ്റ് ബി ഡൺ ബ്രില്യൻ്റ്ലി. ഇറ്റ് മസ്റ്റ് ബി നാവിഗേറ്റഡ് മോർ ഡെഫ്റ്റ്ലി വിത്ത് ഗ്രേറ്റർ പർപ്പസ്. അതിൻ്റെ ആവശ്യം കുറച്ച് ഹയർ പർപ്പസ് ആയിരിക്കണം, ഗ്രേറ്റർ പർപ്പസ് ആയിരിക്കണം. ഇഫ് ഇന്ത്യ ഹോപ്സ് ടു റിവൈവ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്നാലേ ഇക്കണോമി റിവൈവ് ചെയ്യുള്ളൂ. അതുകൊണ്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ റിവൈവ് ചെയ്യുകയാണെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ അവരുടെ എല്ലാവരുടെയും കൂടെ കൃത്യമായിട്ട് ഇരുന്നൊരു ചർച്ചയിൽ ഏർപ്പെടണം, ഇല്ലെങ്കിൽ പണിപാളും എന്നാണ് ഓദർ പറയുന്നത്. ഇറ്റ് ഈസ് എൻ അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവിലുള്ള എസ്സേ ആണ്, നോട്ട് എസ്സേ, റൈറ്റപ്പ് ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. യെസ്, അനലിറ്റിക്കൽ ടോൺ ആണ് കേട്ടോ. ഓക്കെ. ടു അവോയ്ഡ് ദ ബിഞ്ചിങ് അറ്റ് ദി ന്യൂ ഇയേഴ്സ് ഈവ് ബൈ multitude of people, the local authorities has decided long night curfews. Okay, a long
ഡിക്ലെയർഡ് എ ലോങ് നൈറ്റ് കർഫ്യൂസ് എന്ന് പറയില്ല. എ ഉണ്ടെങ്കിൽ കർഫ്യൂസ്, പ്ലൂരലിൻ്റെ കൂടെ എ ഉപയോഗിക്കില്ല, ആൻ ഉപയോഗിക്കില്ല കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ ലോങ് നൈറ്റ് കർഫ്യൂ കൊടുക്കുക, അല്ലെങ്കിൽ ലോങ് നൈറ്റ് കർഫ്യൂസ് കൊടുക്കുക, എ കട്ട് ചെയ്യാം. വിത്ത് ഗോഡ്സ് ഗ്രേസ് എവറിഥിങ് വാസ് ഇൻ മൈ conducive condition. Okay. Emergency meeting conducted by the company was conducive to the employers. Okay. 2000 based USD ratio 12%. Yes, Sabida. It is mandated that every employee should follow proper propriety and conduct which is conducive to the company. Yeah. Moving on. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ PPT നിങ്ങൾ PDF നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റനിലോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ കേട്ടോ. എല്ലാവരും ഒരു തംസപ്പ് ഇട്ടേ. നമുക്ക് വേഗം പോകാം, സമയമായി. ഇറ്റ്സ് ഓൾറെഡി ടൈം. ലെറ്റ്സ് മൂവ്. There has been times when England looked anemic, especially in the contest in the 1990s against marauding West Indies. Okay, there has been times when England looked anemic, especially in the contest in the 1980s against the marauding West Indies. പറഞ്ഞേ, ഇവിടുത്തെ ആൻസർ പറഞ്ഞേ. ഇവിടുത്തെ ആൻസർ ഇവിടെ ഏതാണ് എറർ എന്ന് പറയൂ. അത് കഴിഞ്ഞ ദിവസം നമുക്ക് പറയൂ. പറയൂ ആൻസർ പറയൂ. ഓക്കെ. ദർ ഹാസ് ബീൻ എന്ന് വരുമോ? ഇല്ല. ദർ ഹാസ് ബീൻ ഞാൻ പറഞ്ഞു. ടൈംസ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരേ സമയത്ത് എപ്പോഴാ? ടൈം ഇസ് എൻ അൺകൗണ്ടബിൾ നൗൺ, ബട്ട് ടൈംസ് എന്ന് നമ്മൾ ഉപയോഗിക്കും. ആൻസർ എന്താ? ടൈം എന്ന് പറയും, ടൈംസ് എന്ന് പറഞ്ഞാൽ ഒക്കേഷൻസ്, അവസരങ്ങൾ എന്നർത്ഥമാണ്. അപ്പോൾ ഇവിടെ ടൈംസ് എന്ന ഒക്കേഷൻസ് പറയുമ്പോൾ ഇത് പ്ലൂറൽ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതിനോട് ഒരിക്കലും ഹാസ് വരില്ല, ഹാവ് വരണം. ദർ എന്ന് പറയും ഇൻവേർട്ടർ സബ്ജക്റ്റാ, ഒക്കേഷൻ അടുത്ത സബ്ജക്റ്റ്. അപ്പോൾ ദർ ഹാവ് ബീൻ ടൈംസ് വെൻ ഇംഗ്ലണ്ട് വരണം. യെസ്, ഓഫ് കോഴ്സ്. ഗ്രേറ്റ്. ആൻഡ് അതാണ് ഇവിടുത്തെ എറർ. ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് വൺ. ഇന്നത്തെ നോക്കുക. ദ ECI must take political parties into Election Commission of India. ECI must take political parties into confidence and ensure an environment conducive for a fair election process that also limits public health risks. ഓക്കെ, ഇതാണ് ഇന്നത്തെ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റൻ. ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളാം, എന്നിട്ട് നമുക്ക് ആൻസർ അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. സോ ഇറ്റ്സ് ഓൾറെഡി ടൈം. ഇന്ന് ഒരുപാട് സമയം പോയി, ഒരുപാട് പേരുണ്ടായിരുന്നു ലൈവിൽ. അതുകൊണ്ട് ഒരുപാട് നമ്മൾ സെൻറ്റൻസുകൾ ഡിസ്കസ് ചെയ്തു. 1.5 മണിക്കൂറോളം നീണ്ടു. അപ്പോൾ എനിക്ക് 11 മണിക്ക് ഒരു സെഷൻ ഉണ്ട്. സോ താങ്ക് യു സോ മച്ച് എവ്രി വൺ. താങ്ക് യു സോ മച്ച് ലൈവിൽ വന്ന എല്ലാവർക്കും. ഇറ്റ് വാസ് എ ഗ്രേറ്റ് സെഷൻ. ലെറ്റ്സ് കണ്ടിന്യൂ ദിസ് അഗൈൻ ടുമോറോ. സി യു അറ്റ് 9 AM ടുമോറോ എന്നുള്ള കാണാം. ഇന്ന് വൈകിട്ട് 7 മണിക്ക് നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ മാറ്റിവെച്ച 1-ാം തീയതിയിൽ മാറ്റിവെച്ച സെഷൻ ഉണ്ട്. പാരജമ്പിൾസിൻ്റെ നമ്മുടെ ടാക്ടിക് സീരീസിൻ്റെ 3rd പാർട്ട്. അപ്പോൾ വരിക, കാണുക, സെഷൻ കൂടുക. 7 o'clock, 7 in the evening കേട്ടോ. അപ്പോൾ മറക്കണ്ട. ആൻഡ് അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യാൻ മറക്കണ്ട. കേരള PSC ഷോർട്ട് സെലക്ഷൻ റെക്കോർഡഡ് വീഡിയോസ് കാണുന്ന എല്ലാവരും ഓർത്ത് വെച്ചോളാം. ആൻഡ് താങ്ക് യു സോ മച്ച് എവ്രി വൺ. ബൈ. ആൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കോമന്റ് സെക്ഷനിൽ ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യണം, സജഷൻസ് ഇടാം, ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാം. ആൻഡ് ഷെയർ ഇറ്റ് അമംഗ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് ആൻഡ് മറ്റ് ആസ്പിറൻസിൽ. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമുക്കൊന്ന് ആലോചിക്കാം അതിനെപ്പറ്റി. അതുപോലെ തന്നെ നമ്മുടെ അഡ 24/7 ആപ്പിൻ്റെ കാര്യം മറക്കണ്ട. ആപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മോക്ക് ടെസ്റ്റുകൾ, ഫ്രീ ലൈവ് ക്വിസസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. അതെല്ലാം കൊണ്ട് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കോയിൻസ് യൂസ് ചെയ്യാം. ഓക്കെ, പ്രാക്ടീസ്. സ്റ്റേ സേഫ് എവ്രി വൺ. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സ്റ്റേ സേഫ് ആൻഡ് സൗണ്ട്. അതുപോലെ തന്നെ ടേക്ക് കെയർ, എൻജോയ് ദ ഡേ. ബൈ.